أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان. ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാനും ക്രമീകരിക്കുവാനും എല്ലാ ഓരോരുത്തരെയും ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് സിഹറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിന്റെ വിവരണമാണ്. അഥവാ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്റുബാധയേറ്റു എന്നതറിയിക്കുന്ന സഹീഹായ ഹദീസ്, അതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ആളുകൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പലരും പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നമുക്ക് ഉണർത്തി തന്ന, നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു തന്ന ശരിയായ നിലപാട് എന്ത് എന്നതുമായി ബന്ധപ്പെട്ടാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഹദീസാണ്
ഇസ്ലാമിക ലോകത്തെ ആധികാരികരായ പണ്ഡിതന്മാർ പ്രസ്തുത വിശേഷണം ആ ഹദീസിന് നൽകിയിട്ടുമുണ്ട്. ഇമാം ബുഖാരിയെ കൂടാതെ, ഇമാം മുസ്ലിമിനെ കൂടാതെ അഹ്ലു സുനനിൻ അഥവാ സുനനുകളുടെ വക്താക്കളും അതേപോലെ തന്നെ മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളുടെ പണ്ഡിതന്മാർ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ റിവായത്തിലുള്ള ഒരു റിവായത്ത് വായിച്ച് പിന്നീട് പ്രസ്തുത ഹദീസിന്റെ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള കാര്യങ്ങൾ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി ഹിഷാം ഇബ്നു ഉർവ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഈ ഹിഷാം ഇബ്നു ഉർവ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി അസ്മയുടെ പേരക്കുട്ടിയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ് ഹിഷാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അനുബന്ധമായിട്ട് നമ്മൾ പിന്നീട് സംസാരിക്കും. ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മിൻ ബനി സുറൈഖ് യുഖാലു ലഹു ലബീദ് ഇബ്നുൽ അഅസം. ലബീദ് ഇബ്നുൽ അഅസം എന്ന് പറയപ്പെടുന്ന ബനു സുറൈഖ് ഗോത്രക്കാരനായ ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ സിഹ്ർ ചെയ്തു. ഹത്താ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖയ്യലു ഇലൈഹി അന്നഹു കാന യഫ്അലു ശൈഅ വമാ ഫഅലഹു. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നും തിരുനബി ഒരു കാര്യം ചെയ്തു എന്ന്, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തിരിക്കില്ല. ഹത്താ ഇദാ കാന ദാത യൗമിൻ വഹുവ ഇൻദി ലകിന്നഹു ദഅ വദഅ ثم قال يا عائشة أشعرت أن الله أفتاني فيما استفتيته فيه. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാവിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ അടുക്കലാണ്. ആയിഷമ്മ പറയുകയാണ് റളിയല്ലാഹു അൻഹ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നീട് ആയിഷയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ, നിങ്ങൾ അറിഞ്ഞില്ലേ, ഞാൻ അള്ളാഹുവിനോട് തേടി, ഞാൻ തേടിയ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ജവാബേകുകയും ചെയ്തു. അഫ്താനി ഫീമസ്തഫ്തൈതുഹു ഫീ, ഞാൻ ചോദിച്ച കാര്യം അള്ളാഹു എനിക്കതിന് ജവാബ് നൽകി. അതാനി റജുലാനി ഫഖഅദ അഹദുഹുമാ ഇൻദ റഅസി വൽ ആഖറു ഇൻദ റിജ്ലി. എന്റെ അടുക്കൽ രണ്ടു പേര് വന്നു, ഒരാൾ എന്റെ തലയുടെ ഭാഗത്തും തലക്കരികിലും മറ്റേയാൾ എന്റെ ഇരു കാലുകൾക്കരികിലും ഇരുന്നു. ഫഖാല അഹദുഹുമാ ലിൽ ആഖർ മാ വജഉ റജുൽ. അതിൽ രണ്ടിൽ ഒരാൾ അവരിനോട് ചോദിച്ചു, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റിരിക്കുന്നതായ ബുദ്ധിമുട്ട്? ഫഖാൽ, ചോദിക്കപ്പെട്ട വ്യക്തി പറഞ്ഞു, മത്ബൂബ്, സിഹർ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ചോദ്യകർത്താവ്, മൻ തബ്ബഹു, ആരാണ് സിഹർ ചെയ്തത്? ഖാല ലബീദ് ഇബ്നുൽ അഅസം. അപ്പോൾ ഖാല ഫി അയ്യി ഷൈഇൻ, ഏത് വസ്തുവിലാണ് അത് ചെയ്തത്? ഖാല ഫി മുഷ്തിൻ വ മുശാഖ വ ജുഫി തൽഇ നഖലത്തിൻ ദക്കർ. ചീർപ്പ്, അതേപോലെ തന്നെ ചീകിയതിലുള്ള തല ചീകിയാലുള്ള അവശിഷ്ടം, അതിനാണ് മുഷാത്ത എന്ന് പറയും. അതേപോലെ വജുഫി തൽഇ നഖലത്തി ദക്കർ, ഒരു ആൺ ഈത്തപ്പനയുടെ പോള, അതിൽ ഇവയിലാണ് സിഹർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ചോദിച്ചു, വഅൈനഹുമ, എവിടെയാണ് ആ സിഹർ ഉള്ളത്? അപ്പോൾ ഖാല ഫീ ബിഇരി ദർവാൻ, അത് ബിഇർ ദർവാനിലാണുള്ളത്, ഒരു കിണറിന്റെ പേര്. ഫഅതാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നാസി മിൻ അസ്ഹാബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുചരന്മാരിൽ ഒരു വിഭാഗത്തോടൊപ്പം ആ കിണറിനരികിലെത്തി. ഫജാഅ ഫഖാല യാ ആയിഷ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് തിരിച്ചെത്തിയിട്ട് ആയിഷ ഉമ്മയോട് പറഞ്ഞു, ആയിഷ, കഅന്ന മാഅഹാ നഖാഅത്തുൽ ഹിന്ന വകഅന്ന റൂസ നഖ്ലിഹാ റൂസു ശയാത്തീൻ.
ആയിഷ അതിലെ വെള്ളം, ആ കിണറ്റിലെ വെള്ളം അത് മൈലാഞ്ചി ചാറ് പോലെ ആയിട്ടുണ്ട്, ചുവന്ന്. അതേപോലെ തന്നെ ആ കിണറ്റിൽ അടുത്തുള്ള ആ തോട്ടത്തിലെ ഈത്തപ്പനയുടെ തലപ്പുകൾ പിശാചുക്കളുടെ തലകൾ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ് അഫലസ്തഖ്റജ്തഹു, അല്ലാഹുവിന്റെ തിരുദൂതരെ നിങ്ങൾക്കത് പുറത്തെടുത്തുകൂടായിരുന്നോ? ഖാൽ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദ് ആഫാനി അല്ലാഹ്, അല്ലാഹു എനിക്ക് സൗഖ്യമേകി. ഫകരിഹ്തു അൻ ഉസിറ അല الناس ഫീഹി ശർറ, ജനങ്ങളുടെ മേൽ ആ വിഷയത്തിൽ ഒരു തിന്മ ഞാൻ വിതക്കുന്നത് ഞാൻ വെറുക്കുകയുണ്ടായി. അങ്ങനെ ഫഅമറ ബിഹാ ഫദുഫിനത്, ആ കിണർ മൂടുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. അപ്രകാരം അത് മൂടുകയുമുണ്ടായി എന്നുള്ളതാണ്. ഇത് ഇമാം ബുഖാരി സഹീഹിൽ കിതാബ് തുബ്ബിൽ ബാബു സിഹ്ർ എന്ന അധ്യായത്തിൽ നൽകിയ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. ഇതിന്റെ വേറെ റിവായത്തുകൾ സഹീഹുൽ ബുഖാരിയിൽ തന്നെയുണ്ട്, ചില വ്യത്യാസങ്ങളോട് കൂടി. അതേപോലെ തന്നെ സഹീഹ് മുസ്ലിമിലുണ്ട്, മറ്റു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉണ്ട്, പദത്തിൽ അല്ലെങ്കിൽ ചില വ്യത്യാസങ്ങളോട് കൂടി. ഉദാഹരണത്തിന് ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്കത് പുറത്തെടുത്തുകൂടായിരുന്നോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഖ്യമേകി, അതുകൊണ്ട് തന്നെ ഞാൻ അത് പുറത്തെടുത്തില്ല. മറ്റു ചില റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പുറത്തെടുത്ത് നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. മനസ്സിലായി? പക്ഷെ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് അത് ജമ്മു ചെയ്തതിനെ കുറിച്ച് ഞാൻ മുമ്പത്തെ ഇതേപോലത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അതായത് നുഷ്റ നടത്തുന്നതിന് വേണ്ടി അത് പുറത്തെടുത്തുകൂടായിരുന്നു എന്നുള്ളതാണ് ആയിഷമ്മയുടെ ഭാഷ്യം. അതായത് സിഹിറിനെ എടുത്ത് നശിപ്പിച്ചതിന് ശേഷമുള്ള ചികിത്സ അത് നടത്തിക്കൂടായിരുന്നോ എന്ന അർത്ഥത്തിലാണ് ആയിഷമ്മയുടെ ചോദ്യം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചികിത്സിക്കുന്നതിന് വേണ്ടി അത് പുറത്തെടുക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടെന്ന് വെച്ചു. എന്നാൽ ആ സിഹിറിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പുറത്തെടുക്കുകയും അതിനെ നശിപ്പിക്കുകയും ഉണ്ടായി എന്നുള്ളതാണ് പുറത്തെടുത്തു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ അറിയിക്കുന്നത്. ഏതായാലും ചില പദവ്യത്യാസങ്ങളോട് കൂടി പ്രസ്തുത ഹദീസിനെ ഇമാം ബുഖാരി തന്നെ സഹീഹ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇമാം മുസ്ലിമും അതേപോലെ തന്നെ ഇതര ഹദീസ് പണ്ഡിതന്മാരും ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രസ്തുത ഹദീസിൽ അതിന്റെ ബാഹ്യങ്ങൾ നോക്കിയാൽ ആളുകൾക്ക് ഇദ്തിറാബ് അതിന്റെ മത്തിനിൽ കാണുമെങ്കിലും പക്ഷെ ജമ്മ ചെയ്യാൻ കഴിയാത്ത വിധം മുൽത്തറബായ ഹദീസ് അല്ല ഈ ഹദീസ്, അഥവാ ദഈഫായ ഹദീസിന്റെ ഗണത്തിലല്ല ഈ ഹദീസ് ഉള്ളത്. പ്രത്യുത ജമ്മ ചെയ്യാൻ കഴിയും വിധമുള്ള ഇൽത്തിറാബുള്ളതായ ഹദീസാകുന്നു ഈ ഹദീസ്. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും വന്നതായ ഈ ഹദീസിനെ പണ്ഡിതന്മാർ ആരും അത് ദുർബലമാണെന്ന് പറഞ്ഞ് അതിനെ തള്ളിയതായിട്ട് കാണുവാൻ സാധിക്കുകയില്ല. വിശിഷ്യ ഇത്തരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സഹീഹുൽ ബുഖാരിയിലെയും അതേപോലെ സഹീഹ് മുസ്ലിമിലെയും ഹദീസുകളെ സ്വീകരിക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ, ആധികാരികരായ പണ്ഡിതന്മാരുടെ നയം. അഥവാ അള്ളാഹുവിന്റെ കിതാബായ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഈ ഭൂമിക്കുപരിയിൽ ഏറ്റവും സഹീഹായ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളാണ് സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും. ആ രീതിയിലാണ് പണ്ഡിതന്മാർ അതിനെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും വന്നതായ ഹദീസുകളെ ഇസ്ലാമിക ലോകത്തെ ആധികാരികരായ പണ്ഡിതന്മാർ തങ്ങളുടെ നിരൂപണങ്ങൾക്ക് വിധേയമാക്കിയിട്ട് അതിനെ ദുർബലമായി എറിയുക എന്നുള്ള ഒരു രീതി സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ ഇമാം ദാറഖുത്നിയെ പോലുള്ള, അതേപോലെ തന്നെ ഇബ്നു ഹസമിനെ പോലുള്ള, അതേപോലെ അബു അലി അൽ ജിയാനിയെ പോലുള്ള, അബു മസ്ഊദിന് ദിമഷ്കിയെ പോലുള്ളതായ ചില പണ്ഡിതന്മാർ സഹീഹുൽ ബുഖാരിയിലെയും സഹീഹ് മുസ്ലിമിലെയും ചില ഹദീസുകളെ നിരൂപണം നടത്തിയിട്ടുണ്ട്. അത് ഇത്തരണത്തിൽ നമ്മൾ വിസ്മരിക്കുന്നില്ല. അബു അലി അൽ ജിയാനിയെ പോലുള്ള, ഇബ്നു ഹസമിനെ പോലുള്ള, ഇമാം ദാറഖുത്നിയെ പോലുള്ള, അതേപോലെ അബു മസ്ഊദിനെ ദിമഷ്കിയെ പോലുള്ളതായ പണ്ഡിതന്മാർ സഹീഹുൽ ബുഖാരിയിലെയും സഹീഹ് മുസ്ലിമിലെയും ചില ഹദീസുകളെ നിരൂപണം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഈ പണ്ഡിതന്മാർക്കും അതിന് കുറ്റമറ്റ മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷെ ഈ പണ്ഡിതന്മാർ പോലും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്റുബാധ ഏറ്റു എന്ന് പറയുന്നതായ ആയിഷയുടെ ഈ ഹദീസിനെ അവർ എന്ത് ചെയ്തിട്ടില്ല, അവർ നിരൂപണം നടത്തിയിട്ടില്ല എന്ന കാര്യം ഇത്തരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? എന്താണ് ഈ വിഷയത്തിൽ, ഈ ഹദീസിന്റെ വിഷയത്തിൽ ആധികാരികരായ പണ്ഡിതന്മാർ പറഞ്ഞത്? ഈ ഹദീസ് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും പലയിടങ്ങളിൽ വന്നു എന്നുള്ളത് തന്നെ ഈ ഹദീസിന്റെ ആധികാരികതയെ ലോകത്തിന് ബോധ്യപ്പെടുത്തുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, ഈ ഹദീസ് അത് സാബിത്തുൻ ഇൻദ അഹ്ലിൽ ഇൽമി ബിൽ ഹദീസ്, ഹദീസിനെ കുറിച്ച് ജ്ഞാനമുള്ളവരുടെ അടുക്കൽ ഇത് സ്ഥിരപ്പെട്ട ഹദീസാകുന്നു. ലാ യഖ്തലിഫുന ഫീ സിഹ്ഹതിഹി, ഈ ഹദീസ് സഹീഹാണെന്നതിൽ അവർ അഭിപ്രായ വ്യത്യാസത്തിലാവുകയില്ല. വഖദ് ഇത്തഫഖ അസ്ഹാബു സഹീഹൈനി അലാ തസ്ഹീഹിഹി, സഹീഹുൽ മുസ്ലിമിന്റെ അതേപോലെ തന്നെ സഹീഹുൽ ബുഖാരിയുടെ അഥവാ ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസിനെ സഹീഹാക്കുന്നതിൽ അവർ ഏകോപിച്ചിരിക്കുന്നു. വലം യതകല്ലം ഫീഹി അഹദുൻ മിൻ അഹ്ലിൽ ഹദീസ് ബികലിമത്തിൻ വാഹിദ, ഈ ഹദീസിന്റെ വിഷയത്തിൽ അഹ്ലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ഒരക്ഷരം സംസാരിച്ചിട്ടില്ല. വൽ ഖിസ്സത്തു മഷ്ഹൂറത്തുൻ ഇൻദ അഹ്ലി തഫ്സീർ, ഈ സംഭവം അത് തഫ്സീറിന്റെ അഹ്ലുകാർക്കിടയിൽ അഥവാ മുഫസ്സിരീങ്ങളുടെ അടുക്കൽ ഏറെ പ്രസിദ്ധമാണ്. വസുനൻ, അതേപോലെ തന്നെ സുനനുകളുടെ അഥവാ സുനൻ അബീ ദാവൂദ്, സുനൻ തിർമുദി, സുനൻ നസായി പോലുള്ള സുനനുകളുടെ ആളുകൾ, അതേപോലെ വൽ ഹദീസ്, അതേപോലെ താരീഖ് വൽ ഫുഖഹ. അപ്പോ ചരിത്രകാരന്മാർ, ഹദീസ് പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ, അവരുടെ അടുക്കലൊക്കെ ഈ സംഭവം മഷ്ഹൂറത്താണ്, പ്രസിദ്ധമാണ്. വഹഉലായി അഅലമു ബി അഹ്വാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅയ്യാമിഹി മിനൽ മുതകല്ലിമീൻ. മുഫസ്സിരീങ്ങൾ, അതേപോലെ സുനന്റെ വക്താക്കൾ, ചരിത്രകാരന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഇവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചും നാളുകളെക്കുറിച്ചും വചനശാസ്ത്ര പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ അറിയുന്നവർ എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇവിടെ മുതകല്ലിമീങ്ങൾ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാളുകളെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചും മുതകല്ലിമീങ്ങളെക്കാൾ കൂടുതൽ ഈ പണ്ഡിതന്മാർക്കാണ് അറിയുക എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ഇബ്നു ആസം സിഹ്ർ ചെയ്തു എന്ന് പറയുന്ന ഈ ഹദീസിനെ നിരാകരിച്ച ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാണ് ആര്? മുഅ്തസിലികൾ. മനസ്സിലായില്ലേ? അപ്പൊ മുതകല്ലിമീങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നുൽ ഖയ്യിം മുഅ്തസിലി ആ കക്ഷിയെയാണ്. മനസ്സിലായി? അവരെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയുന്ന ആധികാരികരുടെ അടുക്കൽ ഈ ഹദീസ് സഹീഹാണ്, അതിന്റെ സിഹത്തിൽ അവർ അഭിപ്രായ വ്യത്യാസത്തിലായില്ല. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്. വഹാദൽ ഹദീസു സാബിത്തുൻ ഇൻദ അഹ്ലി ഇൽമി മുതലഖ ഇൻദഹും ബിൽ ഖബൂൽ, ഈ ഹദീസ് പണ്ഡിതന്മാരുടെ അടുക്കൽ സ്ഥിരപ്പെട്ടതാണ്. അവർ ഈ ഹദീസ് അത് സ്വീകാര്യമാണ് എന്ന നിലക്കാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിനെ എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. അൽ ഉസ്താദ് അബ്ദുൽ ഖാദിർ അൽ അർനാഊത്ത് പറഞ്ഞു, ഈ ഹദീസ് ഇത് ഇമാം അഹ്മദ്, അതേപോലെ അൻ-നസായി, ഇബ്നു സഅദ്, അതേപോലെ ഇമാം അൽ ഹാക്കിം, ഇബ്നു ഹുമൈദ്, ഇബ്നു മർദവൈഹി, അതേപോലെ തന്നെ ഇമാമുൽ ബൈഹഖി അദ്ദേഹത്തിന്റെ ദലായിലുൻ നുബുവയിൽ, അതേപോലെ മറ്റു പണ്ഡിതന്മാരും ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും മാത്രമല്ല വന്നിട്ടുള്ളത്, പ്രത്യുത ഇത് സുനനിൽ വന്നിട്ടുണ്ട്, മുസ്നദിൽ വന്നിട്ടുണ്ട്, മുസ്തദ്റക്കിൽ വന്നിട്ടുണ്ട്, തബഖാത്തിൽ ഇബ്നു സഅദിന്റെ തബഖാത്തിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഹദീസ് പണ്ഡിതന്മാരും ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഹദീസിന്റെ വിഷയത്തിൽ പറഞ്ഞത്, അത് സഹീഹാണ് എന്നതിന്റെ വിഷയത്തിൽ പറഞ്ഞത്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം എന്നിവർ റിപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഇമാം അൽ ഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ, അതേപോലെ തന്നെ ഇമാം നവവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ ഈ ഹദീസിനെ സ്വീകാര്യയോഗ്യമായ ഹദീസായി പ്രഖ്യാപിച്ച് അതിനെ ഭംഗിയായി ശറഹ് എഴുതി അതിനെ കുറ്റമറ്റ നിലക്ക് ഉദ്ധരിച്ച് വിശദീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് ആ ഹദീസിന്റെ സ്വീകാര്യതയുടെ വിഷയത്തിൽ ഉണർത്താനുള്ളത്. ഇവിടെ ഈ ഹദീസിന്റെ സനദുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒരു വിഷയം, ഈ ഹദീസിന്റെ സനദ് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ അർത്ഥം പറഞ്ഞ് കേൾപ്പിച്ച ഹദീസിന്റെ സനദ് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന്
ഹിഷാം ഇബ്നു ഉർവയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിഷാം ഇബ്നു ഉർവ ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ടിട്ടുണ്ട് പ്രസ്തുത റിപ്പോർട്ടിൽ എന്ന് പലരും പറയാറുണ്ട്. മനസ്സിലല്ലേ? ഒന്നാമത് ഹിഷാം ഇബ്നു ഉർവ ഒറ്റപ്പെട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് ശരിയല്ല. കാരണം ഈ ഹദീസിന് വേറെയും റിപ്പോർട്ടുണ്ട്. ആയിഷ ഉമ്മയിൽ നിന്നല്ലാതെ തന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സെയ്ദ് ഇബ്നു അർഖമിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലല്ലേ? അത് ഹിഷാം ഇബ്നു ഉർവ അല്ലാത്ത റാവിമാരിലൂടെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹിഷാം ഇബ്നു ഉർവ ഒറ്റപ്പെട്ടു എന്ന് പറയുന്നതിൽ ന്യായമല്ല. രണ്ടാമത്തേത്, ഹിഷാം ഇബ്നു ഉർവ എന്ന് പറഞ്ഞാൽ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആലയുടെ മകനാണ് ഹിഷാം. ഈ ഹിഷാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പിൽക്കാലത്ത് വാർദ്ധക്യത്തിൽ അദ്ദേഹം ഇറാഖിലേക്ക് മാറിപ്പാർത്ത സമയം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളിൽ ചില മറവിയും അതേപോലെ തന്നെ പിഴവും ഉണ്ടായി എന്നാണ് ചില പണ്ഡിതന്മാർ നിരൂപിച്ചത്. മനസ്സിലായി? ഇമാം മാലിക്കിനെ പോലുള്ളതായ പണ്ഡിതന്മാർ ഇറാഖിൽ വെച്ചുള്ള ഹിഷാമിന്റെ റിപ്പോർട്ടിൽ അപ്രകാരം നിരൂപണം പറഞ്ഞിട്ടുണ്ട്. ഈ നിരൂപണത്തെ മുന്നിൽ വെച്ച് ഹിഷാം ബിൻ ഉർവയുടെ റിപ്പോർട്ട് അസ്വീകാര്യം എന്ന് പറഞ്ഞ് ഈ ഹദീസിനെ കുറ്റപ്പെടുത്തിയ, അസ്വീകാര്യമാണെന്ന് വിധി പറഞ്ഞ ചില ആളുകളുടെ, ഏതാളുകൾ? സ്വീകാര്യയോഗ്യമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രാമാണികരായ പണ്ഡിതന്മാരല്ല, പ്രത്യുത ഈ വചനശാസ്ത്രത്തിന്റെ ചുവട് വെച്ച്, ഇൽമുൽ കലാമിന്റെ ചുവട് വെച്ച് കാര്യങ്ങളെ സമീപിക്കുന്ന ചില ആളുകൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ഹിഷാം അൻ അബി അൻ ഉർവത്ത് ഇബ്നു സുബൈർ, അതന്നെയാണ് ഹിഷാം ബിൻ ഉർവ എന്ന് പറയുന്നത്. മനസ്സിലായി? പിന്നെ ഹിഷാം അൻ അബിഹി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഹദീസിൽ റിപ്പോർട്ടുള്ളത്. അത് ഹിഷാമിന്റെ പിതാവിനെയാണ് ഉർവ ഇബ്നു സുബൈർ. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ ഹദീസിൽ അങ്ങനെ അൻ അബി എന്ന് പറയാതെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹിഷാം ബിൻ ഉർവ എന്ന് പറഞ്ഞത്. അലാ കുല്ലിൻ, യഥാർത്ഥത്തിൽ ഇറാഖിൽ എത്തിയതിനു ശേഷമുള്ള ഹിഷാമിന്റെ ഹദീസിനെ സംബന്ധിച്ചിടത്തോളാണ് ചില പണ്ഡിതന്മാർ നിരൂപണം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം, അഥവാ നമ്മൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹിഷാമിന്റെ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം, അത് ഹിഷാമിൽ നിന്ന് ഇറാഖിലുള്ള പണ്ഡിതന്മാർ മാത്രമല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യുത ഹിഷാമിൽ നിന്ന് പ്രസ്തുത റിപ്പോർട്ട് ബസ്രയിലുള്ള പണ്ഡിതന്മാർ, കൂഫയിലുള്ള പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ഈജിപ്തിലുള്ള പണ്ഡിതന്മാർ, യമനിലുള്ള പണ്ഡിതന്മാർ ഒക്കെ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. യഹ്യ ബിനു സഈദ് അൽ ഖത്താൻ അൽ ബസരി, ബസറയിലെ പണ്ഡിതനാണ് അദ്ദേഹം, ഇറാഖിൽ തന്നെ. അതേപോലെ തന്നെ ഈസ ഇബ്നു യൂനസ് അൽ കൂഫി ഹിഷാമിൽ നിന്നുള്ള റാവിയാണ്. ഇത് രണ്ടും ബുഖാരിയുടെ റിപ്പോർട്ടിൽ. അതേപോലെ തന്നെ ഹിഷാമിൽ നിന്നുള്ള മറ്റൊരു റാവിയാണ് ബുഖാരിയുടെ തന്നെ റിപ്പോർട്ടിൽ ഇബ്നു ജുറൈജ് അൽ മക്കി, അദ്ദേഹം മക്കാവിയാണ്. അതേപോലെ അബു ഉസാമ ഹമ്മാദ് ബിൻ ഉസാമ അൽ കൂഫി, അതേപോലെ സുഫിയാൻ ബിൻ ഉയൈന അൽ കൂഫി, അബൂ തംറ അനസ് ബിൻ ഉയാദ് അൽ മദനി, അദ്ദേഹം മദീനത്തെ പണ്ഡിതനാണ്. ഇതൊക്കെ ബുഖാരിയുടെ റിപ്പോർട്ടിൽ. ബുഖാരി അല്ലാത്തവരുടെ റിപ്പോർട്ടിലും ഇങ്ങനെ ഉണ്ട്. അബ്ദുല്ലാഹി ബിൻ നുമൈർ അൽ കൂഫി മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ, അതേപോലെ തന്നെ മറ്റു സുന്നനുകളുടെ റിപ്പോർട്ടിൽ. ഉഹൈബ് ഇബ്നു ഖാലിദ് അൽ ബസരി, അതേപോലെ മഅമർ ഇബ്നു റാഷിദ് അൽ ബസരി. ഈ മഅമർ ഇബ്നു റാഷിദ് അൽ ബസരി എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതൻ, അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് നസീലുൽ യമൻ എന്നാണ്. യമനിൽ പിന്നീട് ഇറങ്ങി പാർത്ത പണ്ഡിതൻ എന്നാണ്. അപ്പൊ അദ്ദേഹം അൽ ബസരി അൽ യമനിയാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ലൈസ് ബിൻ സഅദ് ഇമാം ഷാഫിയോടൊപ്പം ഈജിപ്തിലുണ്ടായിരുന്ന പണ്ഡിതനാണ്. മനസ്സിലായി? ഇമാം ഷാഫിയേക്കാൾ, ഇമാം മാലിക്കിനേക്കാൾ വിജ്ഞാനത്തിൽ മുന്തി നിന്ന പണ്ഡിതൻ എന്നാണ് ഇമാം ഷാഫി ലൈസ് ബിൻ സഅദിനെ കുറിച്ച് പറഞ്ഞത്. മനസ്സിലായി? അദ്ദേഹം മിസ്രിയാണ്, ഹിഷാമിൽ നിന്നുള്ള റാവിയാണ്. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു അബി സിനാദ്
അദ്ദേഹം മദനിയാണ്. മനസ്സിലല്ലേ? വേറെയും പണ്ഡിതന്മാർ കാണാൻ സാധിക്കും. 13ഓളം റാവിമാർ ഹിഷാമിൽ നിന്നുള്ള റാവിമാരാണ്. മനസ്സിലല്ലേ? അപ്പോ ഇറാഖികളുണ്ട്, ബസറ, കൂഫ. അതേപോലെ തന്നെ മക്കയിലെ പണ്ഡിതനുണ്ട്, അതുപോലെ യമനിലെ പണ്ഡിതനുണ്ട്, മദീനയിലെ പണ്ഡിതനുണ്ട്, മിസ്റിലെ പണ്ഡിതന്മാര്. ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹിഷാമിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഹിഷാമിൽ നിന്നുള്ള ഇത്തരം 13ഓളം റാവിമാരുടെ റിപ്പോർട്ടിനെ എങ്ങനെയാണ് ആളുകൾക്ക് നിഷേധിച്ച് തള്ളാനാവുക? ഹിഷാമിന്റെ പേര് പറഞ്ഞ് അദ്ദേഹം ഇറാഖിലെത്തിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മറവിയുടെയും അതേപോലെ തന്നെ അദ്ദേഹത്തിനുണ്ടായ ഓർമ്മപ്പിശകിന്റെയും പ്രശ്നത്തിൽ മനസ്സിലായി. അപ്പൊ ആ നിലക്കും ഈ മുഅ്തസിലിയ കക്ഷികൾക്ക് ഈ ഹദീസിനെ ഹിഷാമിന്റെ പേര് പറഞ്ഞ് തള്ളുക എന്നുള്ളത് അസാധ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം ഈ ആളുകൾ പറയാറുള്ളത്, ഈ ഹദീസിൽ ഹിഷാം അൻ അബീഹി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹദീസിന്റെ സനദിൽ തഫറുദ് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിലൂടെ മാത്രമേ ഈ ഹദീസ് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ ഹദീസിന് വേറെയും ഒരു റിവായത്തുണ്ട്, വേറെയും ഒരു സനദുണ്ട്. പ്രസ്തുത സനദ് എവിടെയാണ്? പ്രസ്തുത സനദ് ഇമാം അഹ്മദിന്റെ മുസ്നദിനാണുള്ളത്. അതിൽ ഈ ഹദീസ് സെയ്ദ് ബിൻ അർഖമിൽ നിന്ന് യസീദ് ബിൻ ഹയ്യാനും, യസീദ് ബിൻ ഹയ്യാനിൽ നിന്ന് ഇമാം അൽ ആമഷ് സുലൈമാൻ ഇബ്നു മെഹ്റാൻ എന്ന് പറയുന്ന ആമഷ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലല്ലേ? അപ്പോ ഈ ഹദീസ് നോക്കി നിങ്ങൾ, ആമഷ്, യസീദ് ബിൻ ഹയ്യാൻ, സെയ്ദ് ബിൻ അർഖം. മനസ്സിലായി? ആമഷിൽ നിന്ന് അബു മുആവിയ, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബുഖാരിയിലെയും മുസ്ലിമിലെയും അതേപോലെ തന്നെ സുനനുകളിലെയും നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസിന്റെ റാവിമാർ ആരും ഈ റിപ്പോർട്ടിലില്ല. അപ്പോ ഈ ഹദീസിന്റെ റിപ്പോർട്ടിൽ തഫറുദ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് തീർത്തും അസ്വീകാര്യമാണ്. കാരണം ഇതിന് വേറെ റിവായത്തുണ്ട്, ഈ ഹദീസിന് വേറെ, ഈ ഹദീസ് വേറെയും സനദിലൂടെ വന്നിട്ടുണ്ട്. പ്രസ്തുത സനദിലൂടെ വന്നതായ റിപ്പോർട്ട് ഞാൻ പറഞ്ഞു, ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം നസായി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇബ്നു അബി ഷൈബയും തബറാനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇബ്നു സഅദും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം നൂറുദ്ദീനുൽ ഹൈസമി മജ്മഉ സവായിദ് ആ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞത്, റവാഹു നസായി ബിഖ്തിസാർ വറവാഹു തബറാനി ബിഅസാനീദ വറിജാലു അഹദിഹാ റിജാലു സഹീഹ് എന്നതാണ്. മനസ്സിലായില്ലേ? ഇമാം തബറാനി പല റിപ്പോർട്ടുകളിലൂടെയും പല സനദുകളിലൂടെയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സനദുകളിൽ ഒരു സനദിന്റെ റാവിമാർ അത് സഹീഹുകളിലെ റാവിമാരാണ്. എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരിയുടെ റാവിമാരാണ് അതിന്റെ സനദിലുള്ളത് എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസിന് നിരൂപണം നടത്തുവാൻ, അല്ലെങ്കിൽ ആ ഹദീസിനെ ദുർബലമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുവാൻ വചനശാസ്ത്ര പണ്ഡിതന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മുഅ്തസിലിയാക്കളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ചുവട് വെച്ച് നടന്നതായ ആളുകൾ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ആ ശ്രമത്തിന്റെ പിഴവും അവരെത്തിപ്പെട്ട അപകടവുമാണ് മനസ്സിലാക്കാനാണ് ഞാനിത് നിങ്ങളെ ഉണർത്തിയത്. ആ ഭാഗം വെച്ചുകൊണ്ട് ആർക്കും ഈ ഹദീസിനെ ദുർബലമാണെന്ന് വിധിക്കുവാനോ തള്ളിക്കളയുവാനോ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഹദീസിനെ കുറിച്ചും ഹദീസിന്റെ നിദാന ശാസ്ത്രത്തെക്കുറിച്ചും ജ്ഞാനമുള്ള പണ്ഡിതന്മാരാരുമേ ഈ ഹദീസിനെ തള്ളാതിരുന്നത്. ഇമാം ബുഖാരി, അതേപോലെ ഇമാം മുസ്ലിം, മനസ്സിലായി, അവർ ഇതിന്റെ സനദ് അടക്കൽ ഇത് റിപ്പോർട്ട് ചെയ്യണത്. എന്തുകൊണ്ട് ഈ സനദ് കണ്ടിട്ട് അവർ ഹിഷാമിനെ കണ്ട് അല്ലെങ്കിൽ ഈ സനദിൽ തഫറുദാണെന്ന് പറഞ്ഞ് അവർ ഈ ഹദീസിനെ ഒഴിവാക്കിയില്ല, തള്ളിക്കളഞ്ഞില്ല? അതേപോലെ തന്നെ ഈ പറഞ്ഞ റാവിമാരൊക്കെ മനസ്സിലായി. കാരണം അവർക്ക് ഇൽമുൽ ഹദീസിൽ അതേപോലെ തന്നെ ഇൽമുൽ റിജാലുകളെ കുറിച്ചുള്ള പഠനത്തിൽ സനദുകളെ കുറിച്ചുള്ള അറിവിൽ അവർ അഗ്രഗണ്യനും അതേപോലെ തന്നെ വിജ്ഞാന കുതികളുമാണ് എന്നുള്ളതാണ് അതിന്റെ കാരണം. ഇനി ഈ ഹദീസോടനുബന്ധിച്ച് മനസ്സിലാക്കാനുള്ള മറ്റൊരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ബിൻ ആസം സിഹർ ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാധിച്ചത് എന്താണ് എന്നുള്ളതാണ്.
അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ഏത് നിലക്കാണ് ആ സിഹ്ർ സ്വാധീനിക്കുകയുണ്ടായത്? അത് ഈ വിഷയത്തിൽ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടതാണ്. കാരണം ആ ഒരു ഭാഗം നമ്മൾ യഥാവിധം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ തൽപര കക്ഷികൾ സൃഷ്ടിക്കുന്നതായ ഊഹാപോഹങ്ങളിൽ വിശ്വാസികളുടെ വിശ്വാസം പണയപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ചെയ്തപ്പോൾ അത് ഏത് നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വാധീനിച്ചത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ എന്താണ് ഉളവാക്കിയത്? ആ വിഷയത്തിൽ 3 അഭിപ്രായം നമുക്ക് പണ്ഡിതന്മാരുടെ സമീപനങ്ങളെ മനസ്സിലാക്കിയാൽ അറിയാൻ സാധിക്കും. ഇമാം അബു അബ്ദുല്ല അൽ മാസിരി, അതേപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം, അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധയിലൂടെ ഉണ്ടായത് അത് ഹുവ മർദു മിനൽ അംറാദ്, ഒരു തരം രോഗമായിരുന്നു. ആരിദു മിനൽ ഇലൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു രോഗം ഉണ്ടായി. ഒരു മനസ്സിലായില്ലേ? ആരിദു മിനൽ ഇലൽ എന്ന് പറഞ്ഞാൽ ജന്മനാളതല്ല, പിന്നെയോ ഒരു രോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. എല്ലാ നബിമാർക്കും രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് നുബുവത്തിനെ ബാധിക്കുകയോ റിസാലത്തിൽ കോട്ടം വരുത്തുകയോ ചെയ്യൂല. അങ്ങനെയുള്ള ഒരു തരം രോഗമാണ് ഉണ്ടായത്. ആ വിഷയത്തിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതായ ഒരു വചനം അർത്ഥം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്താ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത്? അസിഹറുല്ലദി അസാബഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റതായ സിഹർ കാന മറദൻ മിനൽ അംറാദി ആരിദൻ ശഫാഹുല്ലാഹു മിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭവിച്ചതായ ഒരു രോഗമായിരുന്നു, രോഗങ്ങളിൽ ഒരു രോഗമായിരുന്നു. ശഫാഹുല്ലാഹു മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് റസൂലുള്ളാഹിക്ക് ശിഫയേകി. വല നഖ്സ ഫീ ദാലിക വല ഐബുൻ ബിവജ്ഹിമ്മ, സിഹർ ബാധയിലൂടെ രോഗമുണ്ടായി എന്ന് പറയുമ്പോൾ അതിലൊരു കുറവോ അതിൽ ഒരു ന്യൂനതയോ ഒരു നിലക്കുമില്ല. ഫൈനൽ മറദ, കാരണം രോഗം യജൂസു അലൽ അംബിയ, അംബിയാക്കൾക്ക് ഉണ്ടാകാവുന്നതാണ്. വകദാലിക്കൽ ഇഗ്മ, ബോധക്ഷയം ഉണ്ടാവുക എന്നുള്ളത് അംബിയാക്കളെ സംബന്ധിച്ചിടത്തോളം ആകാവുന്നതാണ്. ഫഖദ് ഉഗ്മിയ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം ഉണ്ടായിട്ട് റസൂലുള്ളാഹിക്ക് ബോധക്ഷയം ഉണ്ടായിട്ടുണ്ട്. വഖഅ ഹീന ഫക്കത് ഖദമുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടി തെറ്റിയപ്പോൾ നടന്നപ്പോൾ റസൂലുള്ളാഹി വീണിട്ടുണ്ട്. അതേപോലെ വജുഹിഷ ഷിഖ്ഖുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാർശ്വഭാഗം ചതഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ ഒട്ടകത്തിൽ നിന്ന് വീണപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാർശ്വത്തിൽ ചതവുണ്ടായിട്ടുണ്ട്. വഹാദാ മിനൽ ബലാഇ അല്ലദീ യസീദുഹു അല്ലാഹു ബിഹി റിഫഅതൻ ഫീ ദറജാതിഹി വനൈലി കറാമതിഹി, ഇത് അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്. ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടായാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്തെ ഉയർത്തുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആദരവ് അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുക. അങ്ങനെയുള്ള പരീക്ഷണം മാത്രമാണ് ഇത്. വഅശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാകൽ അംബിയാക്കളാണ്. ഫബ്തുലു മിൻ ഉമമിഹിം ബിമബ്തുലു ബി, എല്ലാ നബിമാരും അവരുടെ ജനതയാൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. മിനൽ ഖത്ലി, പല നബിമാരും വധിക്കപ്പെട്ടിട്ടുണ്ട്. വദ്ദർബി, പല നബിമാരും അടിക്കപ്പെട്ടിട്ടുണ്ട്. വശത്മി, പല നബിമാരും തെറി വിളിക്കപ്പെട്ടിട്ടുണ്ട്. വൽഹബ്സി, പല നബിമാരെയും ബന്ദികളാക്കി വെച്ചിട്ടുണ്ട്. ഫലൈസ ബിബിദ്ഇൻ അയ്യുബ്തല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബഅദി അഅദാഇഹി ബിനൗഇൻ മിനസ് സിഹ്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ചില ശത്രുക്കളുടെ കരങ്ങളാൽ സിഹ്ർ കൊണ്ട് പരീക്ഷിക്കപ്പെടുക എന്നുള്ളത് ഫലൈസ ബിബിദ്ഇൻ, നബിയെ സംബന്ധിച്ചിടത്തോളം അത് ആ വിഷയത്തിൽ ഒരു പുതിയ കാര്യമൊന്നുമല്ല. കാരണം ശത്രുക്കൾ പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ നബിമാർക്ക് നേരെ അയച്ചിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്, തടങ്കലിൽ വെച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, ബന്ദിയാക്കി വെച്ചിട്ടുണ്ട് പല നബിമാരെയും. അപ്പൊ നമ്മുടെ പ്രവാചകനെ ചില ശത്രുക്കൾ സിഹർ ചെയ്ത് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്തല്ല, ആ ഗണത്തിൽ ഒരു പുതിയ സംഭവമൊന്നുമല്ല. കമബ്തുലിയ ബില്ലദി റമാഹു ഫശജ്ജഹു, എപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ എറിഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം പൊട്ടി. അതേപോലെ തന്നെ ഒബ്തുലിയ ബില്ലദി അൽഖാല ബഹരി ഇസ്സല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ വീണ് നമസ്കരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ കുടൽമാലകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിൽ കൊണ്ടുവന്ന് ചാർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വഹുവ സാജിദ് വഗൈറു ദാലിക്,
ഫലാ നഖ്സ അലൈഹിം വലാ ആറ ഫീ ദാലിക്. നബിമാർ ഈ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് വെച്ച് അതിൽ നബിമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ഷേപമോ ഒരു കുഴപ്പമോ കുറവോ ഇല്ല. ബൽ ഹാദാ മിൻ കമാലിഹിം വ ഉലുവി ദറജാതിഹിം ഇൻദല്ലാഹ്. ഇതെല്ലാം അറിയിക്കുന്നത് അള്ളാഹുവിങ്കൽ നബിമാരുടെ ദറജ ഏറെ ഉന്നതമാണെന്നും അത് പരിപൂർണമാണെന്നുമാണ്. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ, ഒന്നിലധികം ഗ്രന്ഥങ്ങൾ ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്. ബദാഇഉൽ ഫവായിദ് പോലുള്ളതായ ഗ്രന്ഥങ്ങളിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഉണർത്തുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റതായ സിഹിർ അത് ഏത് നിലക്കായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബാധയേറ്റത് അതൊരു രോഗം പോലെയായിരുന്നു. ഇതാണ് ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള അബു അബ്ദുല്ലാ അൽ മാസിരി റഹിമഹുല്ലയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞത്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അന്ന സിഹ്റ ഇന്നമാ തസല്ലത അലാ ബാഹിരിഹി വ ജവാരിഹിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹിർ റസൂലുള്ളാഹിന്റെ ബാഹ്യ തലത്തിലും അവയവങ്ങളിലും മാത്രമാണ് ഏൽക്കുകയുണ്ടായത്. ലാ അലാ ഖൽബിഹി വ ഇഅ്തിഖാദിഹി വ അഖ്ലിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിലോ വിശ്വാസത്തിലോ ബുദ്ധിയിലോ അതൊരിക്കലും സ്വാധീനിച്ചിട്ടില്ല. ومعنى الآية عصمة القلب والإيمان دون عصمة الجسد أما يرد عليه من الحوادث الدنيوية. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ? അല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് പ്രവാചകനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ? അത് ഹൃദയത്തിലും ഈമാനിനുള്ള സംരക്ഷണമാണ്. ജസദിനെ സംബന്ധിച്ചിടത്തോളം അല്ല. ദുന്യവിയായിട്ട് വരാനിരിക്കുന്നതായ സംഭവങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുക എന്നുള്ളത് ഉണ്ടാകും. ഉദാഹരണത്തിന് മുറിവേൽക്കുക, അതേപോലെ രോഗം ഉണ്ടാവുക, വിറയലേൽക്കുക തുടങ്ങിയതായ അൽ ഹവാദിസ് ദുന്യവി ഉണ്ടല്ലോ, അത് ഉണ്ടാവുന്നതിൽ നിന്നുള്ള ഇസ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആയത്തിൽ ഉദ്ദേശിക്കുന്നില്ല. പിന്നെയോ ഖൽബിന്റെയും ഈമാന്റെയും ഇസ്മത്താണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ഉണ്ടായ സിഹിർ അത് ബാഹ്യാവയവങ്ങളിൽ മാത്രമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസത്തിലോ റസൂലുള്ളാഹിന്റെ അഖലിലോ ബുദ്ധിയിലോ അതൊരിക്കലും സ്വാധീനിച്ചിട്ടില്ല. ഈ അഭിപ്രായമാണ് ഇമാം അൽ ഖാദി ഇയാദ് റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇബ്നു ഹജറുൽ ഹൈതമിയും ഈ വീക്ഷണക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെയുള്ള സിഹ്ർ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആന്തരിക അവയവങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, ഈമാനുമായി ബന്ധപ്പെട്ടതല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാഹ്യ അവയവങ്ങളിലാണ് അത് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അത് ഇമാം അൽ ഖാദി ഇയാദ് റഹിമഹുല്ല വിശദീകരിച്ചത് പിന്നെ പണ്ഡിതന്മാർ എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ല പറഞ്ഞത്, ഇമാം നവവി ശറഹു മുസ്ലിമിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: വഖദ് ജാഅത് റിവായാതു ഹാദൽ ഹദീസ് മുബയ്യിനതൻ അന്ന സിഹ്റ. ഈ ഹദീസിന്റെ റിപ്പോർട്ടുകൾ, ഈ ഹദീസിനെ ഞാൻ കേൾപ്പിച്ച ആയിഷയിൽ നിന്നുള്ള ഹദീസിന്റെ റിപ്പോർട്ടുകൾ അത് വന്നിട്ടുണ്ട്, റിവായാത്തുകൾ വന്നിട്ടുണ്ട്. മുബയ്യിനതൻ വ്യക്തമാക്കിക്കൊണ്ട് അന്ന സിഹ്റ സിഹർ ഇന്നമാ തസല്ലത അലാ ജസദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലാണ്, ജസദിലാണ് അത് സ്വാധീനിച്ചത്. വബവാഹിരി ജവാരിഹിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവയവങ്ങളുടെ ബാഹ്യങ്ങളിലുമാണ്. ലാ അലാ അഖ്ലിഹി വഖൽബിഹി വഇഅ്തിഖാദിഹി, റസൂലുള്ളാഹിന്റെ ഖൽബിലോ റസൂലുള്ളാഹിന്റെ അഖ്ലിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസത്തിലോ അല്ല. മനസ്സിലായില്ലേ? ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഏത് നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിഹ്ർ സ്വാധീനിച്ചത് എന്നത്. മൂന്നാമത്തെ അഭിപ്രായം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്നത് ബാത്തിലാണ്, ശരിയല്ല എന്നുള്ള വീക്ഷണം. അതാണ് മുഅ്തസിലിയാക്കളുടെ മദ്ഹബ്, മുഅ്തസിലി പ്രസ്ഥാനം അതാണ്. മനസ്സിലായി? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയും ആദർശവും നമ്മൾ മുമ്പ് പറഞ്ഞത്. മനസ്സിലായില്ലേ? എന്നാൽ മുൻപത്തെ രണ്ടഭിപ്രായവും. എന്നാൽ മൂന്നാമത്തെ വീക്ഷണം അത് വിദഴി കക്ഷികളുടെ വീക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്നത് അത് ബാത്തിലാണ്, നിരർത്ഥകാണ്. ആ വിഷയത്തിൽ വന്ന ഹദീസ് അവർ തള്ളിക്കളയുകയാണ്. അതിന്റെ പിന്മുറക്കാരാണ് അത് തോട്ടുകെറിയലും അത് പിന്നെ നാട്ടുകെറിയലൊക്കെ ആയിട്ട് നടക്കുന്നവർ. മനസ്സിലായി? മുഅ്തസിലിയാക്കൾ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന പണ്ഡിതന്മാർ ആ വീക്ഷണം രേഖപ്പെടുത്തിയിട്ടില്ല. സിംഹരും ഹനഫി മദ്ഹബിലെ അബൂ ബക്കർ അറാസി അൽ ജസ്സാസ് എന്ന പേരിൽ പ്രസിദ്ധനായ ഹനഫി പണ്ഡിതൻ മുഅ്തസിലിയാക്കളുടെ ചുവട് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന വീക്ഷണക്കാരനാണ്. മനസ്സിലല്ലേ? ഹനഫി ഫുഖഹാക്കളിൽ ജസ്സാസ് ആ വിഷയത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. അത്
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ജസ്സാസ് അബൂബക്കറിന് റാസി അൽ ജസ്സാസ് ആ അഭിപ്രായം പറയാൻ കാരണം ഭൂരിപക്ഷ ഹനഫി പണ്ഡിതന്മാരും ഈ ജസ്സാസ് ഒഴിച്ച് ഉള്ള ഹനഫി പണ്ഡിതന്മാരെല്ലാവരും സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. മനസ്സിലല്ലേ? എന്നാൽ ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാരിൽ ഈ അബൂബക്കറിന് റാസി അൽ ജസ്സാസ് സിഹറിന് യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളതിനെ നിഷേധിക്കുന്ന ആളാണ്. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അയാൾ ഇത്തരം ഹദീസുകളോടൊക്കെ ഈ സമീപനം സ്വീകരിച്ചത് മുഅ്തസിലിയാക്കളെ പോലെ. കാരണം മുഅ്തസിലിയാക്കൾ ആ വീക്ഷണക്കാരാണ്. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഇപ്പൊ ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ, ഫുഖഹാക്കളല്ല, ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ, ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരിൽ ഇമാം ബഗവി ഒഴിച്ച്, ഇമാം ബഗവി ഷാഫി പണ്ഡിതനാണ്. ഇമാം ബഗവി സിഹറിന് ഹഖീഖത്തുണ്ട് എന്നുള്ളതിനെ നിഷേധിച്ച പണ്ഡിതനാണ്. അദ്ദേഹം സിഹറിന് ഹഖീഖത്തില്ല എന്ന് പറയുന്ന പണ്ഡിതനാണ്. ബാക്കി ഷാഫി ഫുഖഹാക്കളൊക്കെ സിഹറിന് ഹഖീഖത്തുണ്ട് എന്ന് പറയുന്നവരാണ്. ഷാഫി മദ്ഹബിൽ അബൂ ജഅഫർ ഇസ്തറാബാദി എന്ന് പറയുന്ന പണ്ഡിതൻ ഇമാം അൽ ബഗവിയെ പോലെ സിഹറിന്റെ ഹഖീഖത്തിനെ നിഷേധിക്കുന്ന ആളാണ്. നമ്മൾ പറയുമ്പോൾ ആ വിഷയം സൂക്ഷ്മമായിട്ട് പറയണല്ലോ. അപ്പൊ അബൂ ജഅഫർ എന്ന് പറയുന്ന ആ പണ്ഡിതൻ, അതേപോലെ ഇമാം ബഗവി റഹിമഹുമുല്ലാ, അവർ സിഹറിന്റെ ഹഖീഖത്തിനെ നിഷേധിക്കുന്ന ഷാഫി പണ്ഡിതന്മാരാണ്. എന്നാൽ ഹംബലി ഫുഖഹാക്കൾ, ഈ പണ്ഡിതന്മാരെ വെച്ചുള്ള ഷാഫി പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ഹനഫി പണ്ഡിതന്മാർ, അവരിൽ ജസ്സാസ് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ സിഹറിന്റെ ഹഖീഖത്തിനെ സമ്മതിക്കുന്നവരാണ്. അബൂബക്കറിൽ ജസ്സാസ് ഈ നിഷേധം കാരണത്താലാണ് ഈ സിഹറുമായി ബന്ധപ്പെട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഹദീസിനെ അത് നിഷേധിക്കുകയുണ്ടായത്, അതിനെ തള്ളുകയുണ്ടായത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചത് ഏത് നിലക്കാണ് എന്നതറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള 3 അഭിപ്രായങ്ങൾ. അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അഥവാ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചതായ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായത് സിഹർ ബാധയിലൂടെ ഒരു രോഗമാണ്. കാരണം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സിഹറിന് ഹഖീഖത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ഹഖീഖത്ത് 2 നിലക്കാണ്. ഒന്ന്, ചില രോഗങ്ങൾ, പ്രയാസങ്ങൾ സിഹർ ഉണ്ടാക്കിന്ന് വരും. മറ്റൊന്ന്, സിഹറിനെ സംബന്ധിച്ചിടത്തോളം സിഹർ ഉണ്ടാക്കുന്നത് ചില ചതികളും അതേപോലെ തന്നെ കൺകെട്ട് പ്രയോഗങ്ങളാണ്. സിഹറെല്ലാം ഒരു നില പോലെയല്ല, പിന്നെ സിഹർ പല രീതിയിലാണ്. അപ്പൊ സിഹറിന് ഹഖീഖത്തുണ്ട് എന്ന് പറയുന്ന ഭൂരിപക്ഷ പണ്ഡിതന്മാരിൽ 2 നിലക്കാണ് അവരുടെ സിഹറിനോടുള്ള സമീപനം. എങ്ങനെയാണ് ആ ഹഖീഖത്ത്? അത് സിഹർ, ഒരു വിധം സിഹർ അത് വെറും കൺകെട്ടും ചതിപ്രയോഗങ്ങളും മാത്രമാണ്, മേജിക്കാരെ പോലുള്ള പരിപാടികൾ. എന്നാൽ സിഹർ വെറും കൺകെട്ടും ജാലവിദ്യ മാത്രമല്ല, പിന്നെ സിഹറിന് മനുഷ്യന്മാരെ സ്വാധീനിച്ചിട്ട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുക, രോഗം ഉണ്ടാക്കുക എന്നുള്ള അവസ്ഥ ഉണ്ട്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ ഉണ്ടായ രോഗം ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇതിന് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. സിഹർ വെറും മായാജാലവും കൺകെട്ടും മാത്രമല്ല, പിന്നെയോ ശരീരത്തിൽ സ്വാധീനിക്കും. മനസ്സിലായി? അതേപോലെ തന്നെ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതികളിൽ നിന്ന് അഭയം തേടാൻ പ്രാർത്ഥിച്ച്. മനസ്സിലായില്ലേ? അവിടെ കെട്ടിൽ ഊതുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാരണക്കാരായ, മാരണം നടത്തുന്ന പെണ്ണുങ്ങളെയാണ് പ്രത്യേകിച്ച്. അത് പിന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, പിന്നെ സവാഹിർ എന്നുള്ളത്. മനസ്സിലല്ലേ? അപ്പോ മാരണക്കാർ കെട്ടുകളിൽ ഊതുമ്പോൾ ഉണ്ടാകുന്ന കെടുതികളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താ? അവർ കെട്ടുകളിൽ ഊതിയിട്ട് മാരണം ചെയ്യുമ്പോൾ അതിനെന്തുണ്ട്? ഒരു ഉപദ്രവമുണ്ട് മനുഷ്യന്മാർക്ക് നേരെ. അതുകൊണ്ടാണ് അതിന്റെ കെടുതിയിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി പറഞ്ഞത്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ സിഹറിന് ആ രീതിയിൽ ഹഖീഖത്തുണ്ടെന്ന് പറയുമ്പോൾ അതിന് തെളിവിന് പിടിച്ച ആയത്താണ് ഈ സൂറത്തുൽ ഫലഖിലെ ഈ ആയത്ത്. അതേപോലെ തന്നെ സൂറത്ത് അൽ ബഖറയിൽ വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാൻ തുടങ്ങിയിട്ടുള്ള ആയത്തിൽ പിന്നെ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി തുടങ്ങിയിട്ടുള്ള ആയത്തിന്റെ തേട്ടം അതെല്ലാം സിഹറിന് ഹഖീഖത്ത്, യാഥാർത്ഥ്യമുണ്ട് എന്നതിനെ അറിയിക്കുന്നു എന്നതിന് ഭൂരിപക്ഷ പണ്ഡിതന്മാർ, ഞാൻ മുമ്പ് ധരിച്ച പണ്ഡിതന്മാരൊഴിച്ച് ഹനഫി മദ്ഹബിലെ പിന്നെ ജസ്സാസ്, ഷാഫി മദ്ഹബിലെ 2 പണ്ഡിതന്മാർ, അതേപോലെ തന്നെ പിന്നെ മുഅ്തസിലിയ കക്ഷിക്കാർ, ഇവരൊഴിച്ച് ബാക്കിയുള്ള പണ്ഡിതന്മാർ സിഹറിന് ഹഖീഖത്തുണ്ടെന്ന് പറയുമ്പോൾ ആ ഹഖീഖത്തിന് ഉപോത്ബലകമായിട്ട് തെളിവ് പിടിച്ചതായ ഭാഗങ്ങളാണ്. മനസ്സിലായില്ലേ?
ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം സിഹ്ർ പാതയിലൂടെ ഉണ്ടായത് എന്താ, അത് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ച ഭാഗം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ബിദഈ കക്ഷികൾ വിതക്കുന്നതായ ഊഹാപോഹങ്ങളിൽ നമ്മൾ ചെന്ന് ചാടൂല. മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പലവിധ ദുന്യവിയായിട്ടുണ്ടാകുന്ന കുറെ മുസീബത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശരീരങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മുറിവേറ്റതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധക്ഷയം ഉണ്ടായതിനെ കുറിച്ച് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വീണ് തന്റെ പാർശ്വം ചതഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം നമ്മൾ പറഞ്ഞു. മനസ്സിലായി? അതൊക്കെ സഹീഹായി സ്ഥിരപ്പെട്ട ഹദീസുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അസുഖം ഉണ്ടായിട്ടുണ്ട്, ശക്തമായ തലവേദനയുണ്ടായി. മരണത്തോടടുത്ത നാളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പലതവണ ബോധക്ഷയത്തിൽ വീഴുകയുണ്ടായി, ബോധക്ഷയത്തിൽ കിടക്കുകയുണ്ടായി. മനസ്സിലായില്ലേ? അങ്ങനെ വെള്ളം ഒഴിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സിക്കാൻ പറഞ്ഞതും ചികിത്സിച്ചതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ സഹിയായി വന്നിട്ടുണ്ട്. മനസ്സിലായി? അങ്ങനെയുള്ള ഒരു രോഗമായിരുന്നു ഈ സിഹ്റിനെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായത് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. മനസ്സിലായി? ഹദീസിന്റെ അൽഫാദുകൾ അതാണ് അറിയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രയോഗിച്ച പ്രയോഗം നോക്കി. ഹദീസുകളിൽ കാണാം, ആയിഷയോട് പറയാണ്, ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ആ സിഹറിനെ പുറത്തെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിഹർ ഒഴിവാക്കിക്കൂടായിരുന്നില്ലേ, നുഷ്റ നടത്തിക്കൂടായിരുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? ആയിഷ ഫഖദ് ഇന്നല്ലാഹ ഖദ് ശഫാനി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ശിഫ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. ആ പ്രയോഗത്തിൽ എന്താണത്? ശിഫ നൽകിയിരിക്കുന്ന മറവിൽ നിന്നാണ് ശിഫ. അതേപോലെ ഇന്നല്ലാഹ ഖദ് ആഫാനി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആഫിയത്ത് നൽകി എന്ന് പറഞ്ഞത്. മനസ്സിലായി? ശിഫയും ആഫിയത്തും മറവിനെ തുടർന്നാണ്. അപ്പൊ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗങ്ങളെ മുൻനിർത്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹറിലൂടെ ഉണ്ടായിരുന്നത് രോഗാണ് എന്നുള്ളത് അറിയിച്ചത്. പിന്നെ മാത്രമല്ല, ഹദീസിന്റെ വിവിധ ഹദീസുകളുടെ പ്രയോഗങ്ങൾ അത് അറിയിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചില പ്രവൃത്തി ചെയ്തു എന്ന് തോന്നും, പക്ഷെ അത് ചെയ്തിട്ടുണ്ടായിരിക്കുകയില്ല. തന്റെ ഭാര്യമാരിൽ നിന്ന് തടയപ്പെട്ട്, ചില റിപ്പോർട്ടുകളിൽ കാണാം ആയിഷയിൽ നിന്ന് തടയപ്പെട്ട്, എല്ലാ ഭാര്യമാരിൽ നിന്നും തടയപ്പെട്ടില്ല. പിന്നെയോ ആയിഷ ഉമ്മയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തടയപ്പെടുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ ചില പ്രവർത്തികൾ ഞാൻ ഭാവിക്കും ഞാനത് ചെയ്തു എന്നിട്ടുണ്ടാവുകയില്ല, എന്നാൽ ചെയ്തെന്ന് തോന്നും. മനസ്സിലായി? ആ പ്രവൃത്തി തന്നെയും ആയിഷ ഉമ്മയുമായി ബന്ധപ്പെട്ടുള്ളതായ ആയിഷ ഉമ്മയുമായിട്ടുള്ള ബന്ധപ്പെടലാണ് എന്നത് പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ ആയിഷ ഉമ്മയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പിന്നെ ഈ വിഷയങ്ങളിൽ മനസ്സിലായില്ലേ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സിഹ്ർ സ്വാധീനിക്കുകയുണ്ടായത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സിഹ്ർ ബാധയെ തുടർന്നുണ്ടായ രോഗത്താലായിരുന്നു എന്ന് ഈ ഹദീസുകളുടെ റിപ്പോർട്ടുകളെ മുഴുവൻ മുന്നിൽ വെച്ച് പഠനം നടത്തിയ പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചത് കാണുവാൻ സാധിക്കും. അത് വിശദമായി നമുക്കിവിടെ പറഞ്ഞു വായിച്ച് വിശദീകരിക്കാൻ കഴിയില്ല. പക്ഷേ ആവശ്യക്കാർക്ക് ഫത്ഹുൽ ബാരി വായിച്ചാൽ, അതേപോലെ തന്നെ ഇമാം നവവിയുടെ ശറഹ് മുസ്ലിം വായിച്ചാൽ ഇക്കാര്യം ബോധ്യപ്പെടുന്നതാണ്. എന്നാൽ ഈ സിഹർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗമുണ്ടാക്കി, ആ രോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ചില വിഷയങ്ങളിൽ പ്രയാസപ്പെടുത്തുകയുണ്ടായി. അത് നുബുവത്തിന്റെ മഖാമിനെ ബാധിക്കുമോ, അഥവാ അഖീദയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വഹീനെയും ബാധിക്കുമോ? അത് ഒരിക്കലും ബാധിക്കുകയില്ല എന്നുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഖണ്ഡിതമായിട്ട് പറഞ്ഞതും സ്ഥിരീകരിച്ചതാണ്. ഒരിക്കലും കഴിഞ്ഞുപോയ സംഭവമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ജീവിച്ച നാളിൽ, അള്ളാഹുവിന്റെ ഇസ്മത്തിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായതാണ്. അതൊരിക്കലും നുബുവത്തിനെ ബാധിക്കുകയോ റിസാലത്തിന്റെ മഖാമിനെ സ്പർശിക്കുകയോ ചെയ്തിട്ടില്ല. ആ വിഷയത്തിൽ ഇമാം അൽ മാസിരി, അബൂ അബ്ദുള്ള അൽ മാസിരി റഹിമഹുല്ല പറഞ്ഞതായ വചനം ഇമാം നവവി റഹിമഹുല്ല എടുത്തു നൽകിയത് ഇവിടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കണം. എന്താണ് ഇമാം അൽ മാസിരി പറഞ്ഞത്? വഖദ് അൻകറ ബഅദുൽ മുബ്തദിഅ, ചില ബിദഈ കക്ഷികൾ നിഷേധിച്ചു ഹാദൽ ഹദീസ്, ഈ ഹദീസിനെ. ഏത് ഹദീസിനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന ആയിഷ ഉമ്മയുടെ ഹദീസിനെ ചില ബിദഈകൾ നിഷേധിച്ചു, നിരാകരിച്ചു. മനസ്സിലായി? ഇത് മാസിരി പറയുന്നത് ഇമാം നവവി ശറഹ് മുസ്ലിമിൽ കൊടുത്താണ്. അവർ നിരാകരിച്ചത് എങ്ങനെയാണ്? ബിസബബിൻ ആഖർ, മറ്റൊരു കാരണം പറഞ്ഞാണ്. അതെന്താ? ഫസഅമ അന്നഹു യഹത്തു മൻസിബൻ നുബുവ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ പദവിക്ക് അത് കോട്ടം വരുത്തും എന്നാണ് ആ ബിദഈകളുടെ ജൽപ്പനം. അങ്ങനെ മാത്രമല്ല, വയുശക്കിക്കു ഫിഹ,
നുബുവത്തിന്റെ വിഷയത്തിൽ അത് സംശയം ജനിപ്പിക്കും എന്നുള്ളതാണ് അവരുടെ വാദം. വഅന്ന തജ്വീസഹു യംനഉ സിഖത ബിശ്ശറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധ ഏൽക്കുക എന്നുള്ളതിന് നമ്മൾ അതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ ശറയിൽ വിശ്വാസ്യതയെ കെടുത്തും എന്നാണ് ഈ ആളുകൾ പറഞ്ഞത്. എന്നിട്ട് ഇമാം അൽ മാസിരി ഇത് പറഞ്ഞിട്ട് ഈ ഹദീസിനെ നിരാകരിച്ച ബിദഈകളോട് പറയുകയാണ്, വഹാദല്ലദി ദഅാഹു ഹൗലാഇൽ മുബ്തദിഅ ബാതിൽ. ഈ ബിദഈ കക്ഷികൾ ഈ ജൽപ്പിച്ചത് ബാത്തിലാകുന്നു. ബിദഈ കക്ഷികൾ പറഞ്ഞത് ബാത്തിലാണ്. കാരണം ലിഅന്ന ദലായിൽ അൽ ഖത്ഇയ്യ ഖദ് ഖാമത് അലാ സിദ്ഖിഹി വസിഹ്ഹതിഹി. ഖണ്ഡിതമായ തെളിവുകൾ ഈ ഹദീസിന്റെ സത്യസന്ധതയിലും സിഹത്തിലും സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഈ ഹദീസ് സഹിയാണെന്നുള്ളതിൽ ഖണ്ഡിതമായ തെളിവുകൾ സ്ഥിരപ്പെട്ടിരിക്കുന്നു. വഇസ്മതുഹു ഫീമാ യതഅല്ലഖു ബിത്തബ്ലീഗി വൽ മുഅ്ജിസതി ഷാഹിദത്തുൻ ബിദാലിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്മത്ത് അത് ഫീമാ യതഅല്ലഖു ബിത്തബ്ലീഗ്, തബ്ലീഗുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. മനസ്സിലല്ലേ? വൽ മുഅ്ജിസതു ഷാഹിദത്തുൻ ബിദാലിക, ആ വിഷയത്തിൽ മുഅ്ജിസത്ത് ലക്ഷ്യവും സാക്ഷ്യവുമാണ് എന്ന് പറഞ്ഞ് ഇമാം അൽ മാസിരി റഹിമഹുല്ല പറഞ്ഞ വാചകം അത് വിശദമായിട്ട് ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ എടുത്ത് നൽകുന്നുണ്ട്. മനസ്സിലായി? എന്നിട്ട് ഇമാം മാസിരി റഹിമഹുല്ല പിന്നെ തന്റെ വാചകം തുടർത്തി പറയാണ്, വകുല്ലു മാ ജാഅ ഫി റിവായാതി മിൻ അന്നഹു യുഖയ്യലു ഇലൈഹി ഫിഅലു ഷൈഇൻ വലം യഫ്അലുഹു. സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടുകളിൽ വാരിതായ റിപ്പോർട്ടുകളൊക്കെ നോക്കിയാൽ, റിപ്പോർട്ടുകൾ മുഴുവൻ നോക്കിയാൽ അതിലൊക്കെ ഉള്ളത് എന്താ? മിൻ അന്നഹു യുഖയ്യലു ഇലൈഹി ഫിഅലു ഷൈഇൻ ലം യഫ്അലു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹിർ ബാധിച്ചിട്ട് എന്താ ഉണ്ടായത്? ചിലത് ചെയ്തു എന്ന് റസൂലുള്ളാഹിക്ക് തോന്നും, ലം യഫ്അലു, റസൂലുള്ളാഹി അത് ചെയ്തിട്ടുണ്ടാവില്ല. എത്രയേ ഉള്ളൂ. ഫമഹ്മൂലുൻ അല തഖയ്യുൽ ബിൽ ബസർ ലാ ലി ഖലലിൻ തതറഖ ഇല അൽ അഖൽ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ കണ്ണുമായി ബന്ധപ്പെട്ടുള്ളതായ ചില തോന്നലുകളാണ്. അതിനൊരിക്കലും ബുദ്ധിയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രശ്നം അതിലൂടെ കടന്നു കയറിയിട്ടില്ല, ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇമാം മാസിരി റഹിമഹുല്ലാ പറയാണ്, വലൈസ ഫീ ദാലിക മാ യുദ്ഖിലു ലബസൻ അല റിസാല. റിസാലത്തിന്റെ വിഷയത്തിൽ സംശയം ജനിപ്പിക്കുന്ന യാതൊന്നും ഇതിലില്ല, ഈ ഹദീസിലില്ല. വലാ തഅനൻ ലി അഹ്ലി ദ്ദലാല. വഴികേടിന്റെ ആളുകൾക്ക് കുത്തി പറയാനുള്ള ഒരു വകുപ്പും ഈ ഹദീസിൽ ഇല്ല. ഇതാണ് ഇമാം മാസിരി റഹിമഹുല്ല പറഞ്ഞതായി ഇമാം നവവി റഹിമഹുല്ല ശറഹ് മുസ്ലിമിൽ ഈ ഹദീസിന്റെ ഷറഹിൽ എടുത്തു നൽകിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ നിലപാട് ഈ വിഷയത്തിൽ വളരെ വ്യക്തവും വളരെ സുതാര്യവുമാണ്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള നുബുവത്തിന്റെയോ റിസാലത്തിന്റെയോ മഖാമിനെ ബാധിച്ചിട്ടേ ഇല്ല. മനസ്സിലല്ലേ? അത് ഒരു പണ്ഡിതന്മാരും ആ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സിഹ്ർ ബാധയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചപ്പോ മറന്നതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? 4 റക്അത്ത് നിസ്കരിക്കേണ്ട അസ്ർ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി. മനസ്സിലല്ലേ? ആ വിഷയത്തിൽ പലരും സംസാരിച്ച് സലാം വീട്ടി പിരിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറന്നതാണ്, അതല്ല അസ്ർ 4 ഉള്ളത് 2 ആക്കി ചുരുക്കിയതാണ്. അവസാനം ദുൽ യദൈൻ എന്ന് പറയുന്ന സഹാബിയാണ് റസൂലുള്ളാഹിനോട് പറഞ്ഞത്, പ്രവാചകരെ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ള നിസ്കാരം ചുരുക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്തിനോട് ചോദിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽ യദൈൻ പറയുന്നത് ശരിയാണ്, നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. റസൂലുള്ളാഹി എല്ലാവരെയും വിളിച്ചിട്ട് 2 റക്അത്ത് കൂടി പൂർത്തീകരിച്ച് എന്നിട്ട് പിന്നെ വീട്ടിൽ സഹവിന്റെ സുജൂദ് ചെയ്ത ഹദീസ് സഹിയായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഈ സിഹറുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മനസ്സിലല്ലേ? അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. പിന്നെയോ ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ടുള്ളതായ ആയിഷമ്മയുമായി ബന്ധപ്പെട്ടുള്ളതായ ചില പെരുമാറ്റത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില പ്രയോഗങ്ങൾ നടത്തിയതായി മാത്രം, അതാണ് സിഹറിൽ നിന്നുണ്ടായത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ ഇതിന്റെ ഫലമെന്നുണ്ടായ രോഗത്താലാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. മനസ്സിലായി? നുബുവത്തിന്റെ മഖാമിനെ അത് ബാധിക്കുകയേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പണ്ഡിതന്മാരും ആ വിഷയത്തിൽ സംസാരിച്ചതായിട്ട് കാണുവാൻ സാധിക്കുകയില്ല. ഇതോടനുബന്ധിച്ച് ഇനി മനസ്സിലാക്കാനുള്ള ഒരു ഭാഗം, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് ഈ സിഹ്ർ ബാധ എതിരാണ് എന്ന് പറയുന്ന
ഒരു ഭാഗമുണ്ട്. അതായത് വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലും അതേപോലെ തന്നെ സൂറത്ത് അൽ ഫുർഖാനിലും പറഞ്ഞു. സൂറത്ത് ഇസ്രായേൽ ആയത്തി പ്രകാരം നഹ്നു അഅലം ബിമാ യസ്തമിഊന ബിഹി ഇദ് യസ്തമിഊന ഇലൈക വഇദ്ഹും നജ്വാ ഇദ് യഖൂലു الظالمون ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഫൂറ ഉൻദുർ കൈഫ ضربوا لك الامثال فضلوا فلا يستطيعون سبيلا. സൂറത്ത് ഇസ്രായേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നഹ്നു അഅലമു ബിമാ യസ്തമിഊന ബിഹി ഇദ് യസ്തമിഊന ഇലൈക. നിങ്ങളിലേക്ക് മക്കയിലെ മുശ്രിക്കുകൾ, കുഫാറുകൾ, കാഫിരീങ്ങൾ കാത് നൽകുകയും എന്നിട്ട് അവർ കാത് നൽകി കേൾക്കുന്ന കാര്യം അത് നാം ആണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. അതേപോലെ വൈദുഹും നജ്വ, അവർ രഹസ്യഭാഷണം പറയുമ്പോൾ അവരുടെ രഹസ്യഭാഷണവും ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നവൻ നാം ആകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം ഇദ് യഖൂലു الظالمون ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ. മാലിമീങ്ങൾ പറഞ്ഞു. എന്താ മാലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കുഫാർ ഖുറൈശ്, മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, മസ്ഹൂറായ ഒരു വ്യക്തിയെ അല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല. ഇതാണ് അവർ പറഞ്ഞതായ അടക്കം. അല്ലെങ്കിൽ അക്രമികൾ മുഅ്മിനീങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. രണ്ടും തഫ്സീറുണ്ട്, മനസ്സിലല്ലേ? അവരുടെ ഈ വാക്ക് നാം ആണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. ഇതാണ് ഒരു ആയത്ത്. സൂറത്ത് ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, ഈ റസൂലിന് എന്ത് പറ്റി? ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടികളിൽ നടക്കുന്നു, എന്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഒരു മലക്കിന് അവതരിപ്പിക്കപ്പെടുന്നില്ല, അദ്ദേഹത്തോടൊപ്പം ഒരു മുന്നറിയിപ്പുകാരനായിക്കൊണ്ട്? അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഒരു നിധി നൽകപ്പെടുന്നില്ല? അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിന്നാവുന്ന വിധം ഒരു തോട്ടം അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല? വഖാല മാലിമൂൻ, മാലിമീങ്ങൾ പറഞ്ഞു ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, മസ്ഹൂറായ ഒരു വ്യക്തിയെ അല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല. അപ്പൊ ഇവിടെ മക്കയിലെ മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു മസ്ഹൂറായ വ്യക്തിയാണ്, ആ മസ്ഹൂറായ വ്യക്തിയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് പറഞ്ഞു. രണ്ടായത്തിൽ സൂറത്തുൽ ഇസ്രായേൽ 47-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫുർഖാനിലെ 8-ാമത്തെ ആയത്ത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ അത് ഈ ആയത്തില് മുശ്രിക്കുകൾ പറഞ്ഞ വാദത്തെ സത്യപ്പെടുത്തലാവൂലേ എന്നതാണ് ഈ ഭാഗത്തിന്റെ ഒരു ചോദ്യം. യഥാർത്ഥത്തിൽ സഹീഹുൽ ബുഖാരിയിൽ പല സ്ഥലത്ത്, അതേപോലെ സഹീഹ് മുസ്ലിമിൽ, അതേപോലെ തന്നെ മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറഞ്ഞത് നമ്മൾ മുമ്പ് വിശദീകരിച്ചതായ ഹദീസ്, അതുപോലുള്ള ഹദീസുകൾ ഒരിക്കലും ഈ ആയത്തിന് എതിരാവണ ഹദീസുകളല്ല. നമ്മൾ വിശ്വസിക്കുന്നത് ഇമാമുൽ മാസിരി പറഞ്ഞതുപോലെ ഖണ്ഡിതമായ തെളിവുകളാൽ സ്ഥിരപ്പെട്ട വിശ്വസ്തരായ റാവിമാർ, അതേപോലെ വിശ്വസ്തരും ആധികാരികരുമായ മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഈ ആയത്തുകളിൽ പരാമർശിക്കുന്ന വിഷയം വേറെയാണ്, പ്രാമാണികർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശ്വസ്തരമായി റിപ്പോർട്ട് ചെയ്ത സംഭവം അത് വേറെയാണ്. ഈ ആയത്തുകൾ സൂറത്ത് ഇസ്രായേലിലെയും ഫുർഖാനിലെയും ആയത്തുകൾ കൈകാര്യം ചെയ്യുന്ന വിഷയം വേറെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ചെയ്ത ലബീദ് ഇബ്നു ആസമിന്റെ സംഭവം അത് സഹീഹായി
കുറ്റമറ്റ നിവേദന പരമ്പരകളിലൂടെ വന്നത് വിശ്വസിച്ചാൽ അത് മുശ്രിക്കുകളുടെ വാദത്തെ സത്യപ്പെടുത്തലാവൂല. അങ്ങനെ സത്യപ്പെടുത്തലാണെന്ന് പറഞ്ഞാൽ ആ സത്യപ്പെടുത്തൽ മുശ്രിക്കുകളെ സത്യപ്പെടുത്തുക എന്നുള്ള പാതകം നമ്മൾ ചാർത്തുന്നത് ആരിലേക്കാണ്? ഒന്നാമതായിട്ടത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിലേക്കും, പിന്നീട് ഉർവത്ത് ബിൻ സുബൈറിലേക്കും, പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ഹിഷാമിലേക്കും, അതേപോലെ തന്നെ സെയ്ദ് ബിൻ അർഖമിലേക്കും, അതേപോലെ തന്നെ ഇമാം സുലൈമാൻ ബിൻ അൽ മഹ്റാൻ അൽ അമഷിലേക്കും, മനസ്സിലായി, ഇങ്ങനെയുള്ള റാവിമാരിലേക്കാണ്. അതേപോലെ തന്നെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അതേപോലെ തന്നെ ഇമാം അഹ്മദ്, അതേപോലെ തന്നെ ഇബ്നു സഅദ്, ഇമാം അൽ ഹാക്കിം തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരിലേക്കാണ്. മനസ്സിലല്ലേ? അവരൊക്കെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിൽ ഏറ്റവും ഇതേപോലെ തന്നെ ഒരു അത്ഭുതം, തഫ്സീർ ഇബ്നു കസീറിൽ ഇമാം ഇബ്നു കസീർ സൂറത്തുൽ ഫലഖിന്റെയും സൂറത്തുൽ നാസിന്റെയും തഫ്സീറിൽ ആയിഷമ്മയിൽ നിന്നുള്ള ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ബിൻ ആസം സിഹർ ചെയ്തത് തഫ്സീർ ഇബ്നു കസീറിലുണ്ട്. മനസ്സിലായില്ലേ? സൂറത്തുൽ ഫലഖിന്റെയും സൂറത്തുൽ നാസിന്റെയും അവതീർണത ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് എന്ന് പല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൽ സഹിഹായ ഹദീസ് ഇമാം അൽബാനി സിൽസിലത്ത് സഹിഹയിൽ നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ പണ്ഡിതന്മാരൊക്കെ മുശ്രിക്കുകളുടെ ഈ വാദത്തെ സത്യപ്പെടുത്തുന്നവരെന്ന് പറയാൻ പറ്റുമോ? അതെത്ര മാത്രം കടുത്ത ഒരു അപരാധമാണ് ചരിത്രത്തോട്, ചരിത്രത്തിലെ സച്ചരിതരായ മഹത്തുക്കളോട്. ഇത് ആളുകൾ ഈ വിഷയം ഈ രീതിയിൽ യാതൊരു അവധാനതയുമില്ലാതെ സംസാരിക്കുന്നത് കേട്ടാൽ ഈ സിഹ്ർ ബാധയുമായി ബന്ധപ്പെട്ടുള്ളതായി ഹദീസ് കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവമാണെന്നുള്ള നിലക്കാണ്. യഥാർത്ഥത്തിൽ ആ ഒരു പിന്നെ അവധാനത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആ ഒരു നിസ്സാരഭാവം സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മനസ്സിലല്ലേ? ഈ ഒരു ആരോപണം നമ്മൾ ആരുടെ നേരൊക്കെയാണ് എറിയുന്നത്? ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്തുകൾക്കൊക്കെ തഫ്സീർ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ തഫ്സീർ അവസാനിപ്പിക്കുമ്പോൾ സൂറത്തുൽ ഫലക്കിന്റെയും സൂറത്തുൽ നാസിന്റെയും തഫ്സീറിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. ആയത്തിന് നേരെ വിപരീതമായത് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള തഫ്സീറിൽ നൽകി. അങ്ങനെ അതേപോലെ തന്നെ ഇമാം ഷൗക്കാനി റഹിമഹുല്ല ഈ ആയത്തുകൾക്കൊക്കെ തഫ്സീർ എഴുതിയിട്ട് പിന്നെ സൂറത്തുൽ നാസിന്റെയും ഫലക്കിന്റെയും തഫ്സീറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ബിൻ ആസം സിഹർ ചെയ്ത സംഭവം കൊടുത്തിട്ടുണ്ട്. ഈ തഫ്സീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ എന്താ? സൂറത്തുൽ ഫലക്കിന്റെയും നാസിന്റെയും തഫ്സീറിൽ നോക്കി നിങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലബീദ് ബിൻ ആസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്ത സംഭവമല്ലേ? മനസ്സിലല്ലേ? അപ്പോ എങ്ങനെയാണ് ഈ ഹദീസ് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹദീസ് സഹിയാണെന്ന് സ്ഥാപിക്കുകയും അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മുശ്രിക്കുകളുടെ വാദത്തെ സത്യപ്പെടുത്തലും മുശ്രിക്കുകൾ പറഞ്ഞതുപോലെ നമ്മൾ പറയലും ആകെ അത് മഹാ അപരാധാണ്. ആ അപരാധം ഇത് പറയുന്ന ആളുകൾക്ക് നേരെയോ അല്ലെങ്കിൽ ഇന്ന് ഇത് പിന്നെ സ്ഥിരീകരിക്കുന്ന ആളുകൾക്ക് നേരെ മാത്രമല്ല, ആ അപരാധം ചെല്ലൽ വലിയ വലിയ മഹത്തുക്കൾക്ക് നേരെയാണ്. പിന്നെ ഈ ആയത്തിൽ പറയുന്ന വിഷയം എന്താ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ആയത്തിൽ പറയുന്നത്? ആയത്തിൽ പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന ദുഷ്ടൻ അവന്റെ പെങ്ങന്മാരും അവന്റെ പെൺമക്കളൊക്കെ പട കൂടി ചെയ്തതായ സിഹർ, പിന്നെ ജൂതന്മാരും മുനാഫിക്കുകളും കൂടി ചെയ്തതായ സിഹർ, അത് ഹിജ്റയുടെ ശേഷം, മനസ്സിലായില്ലേ, പിന്നെ ഹുദൈബിയ സന്ധിക്ക് ശേഷമെന്നോ അല്ലെങ്കിൽ മക്ക പിന്നെ ഖൈബർ യുദ്ധത്തിന് ശേഷമെന്നോ ചരിത്ര റിപ്പോർട്ടുകൾ. ഏതായാലും പിന്നെ പിൽക്കാലത്ത് ചെയ്തൊരു വിഷയമാണ്. അതിനെ തുടർന്നല്ല ഈ ആയത്തിറങ്ങുന്നത്. പ്രസ്തുത ഈ ആയത്തിറങ്ങുന്നത് എപ്പോഴാ? ഈ ആയത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായ ഇബ്നു കസീറിന്റെ റിപ്പോർട്ടിൽ ഞാൻ അതിന്റെ സംഭവം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. മനസ്സിലായി? പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടതാണ്. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള തഫ്സീറിൽ കൊടുക്കുന്നത്. എന്താണ് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള കൊടുക്കുന്നത്? മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ എപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ പിന്നെ റജുലൻ മസ്ഫൂർ എന്ന് പറഞ്ഞത്? അക്രമികൾ നിങ്ങൾ പിൻപറ്റുന്നത് ഒരു മസ്ഫൂറായ മനുഷ്യനെയാണ് എന്നെപ്പോഴാണ് പറഞ്ഞത്?
ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ കൊടുക്കുന്ന സംഭവം ഇപ്രകാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നമസ്കരിക്കും തന്റെ വീട്ടിൽ. എപ്പോ? മക്കയിലെ ദഅവത്തിന്റെ കാലഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ രാത്രി നമസ്കരിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം ഖുർആൻ ഓതിക്കൊണ്ടാണ്. അപ്പൊ ഈ ഖുർആൻ ഓതിയിട്ടുള്ള നിസ്കാരത്തെ കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന് ചുറ്റും ഇരുട്ടിന്റെ മറവിൽ നിലയുറപ്പിക്കും. അവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അബൂ സുഫിയാൻ ബിൻ ഹർബ് ഉണ്ടായിരുന്നു, അബൂ ജഹൽ ബിൻ ഹിഷാം ഉണ്ടായിരുന്നു, അൽ അഖ്നസ് ബിൻ ശരീഖ് ഉണ്ടായിരുന്നു, അതേപോലെ ഹലീഫ് ബിൻ സഹ്റ ഉണ്ടായിരുന്നു. ഇവരൊക്കെ മുശ്രിക്കുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓത്ത് കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന് ചുറ്റും പതുങ്ങിയിരിക്കും ഇരുട്ടില്. അബൂ സുഫിയാൻ ഉണ്ട്, അബൂ ജഹൽ ഉണ്ട്, അതേപോലെ അഖ്നസ് ബിൻ ശരീഖ് ഉണ്ട്. ഇവരൊക്കെ ഖുറൈശി നേതാക്കന്മാരാണ്. ഈ നേതാക്കന്മാരുടെ അവസ്ഥ എന്താ? പകലിൽ ഇവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിയ ശത്രുക്കളും ഖുർആൻ കേൾക്കുന്നതിനെ തൊട്ട് വിരല് കാതിൽ തിരികെ നടക്കുന്നവരാണ്. വിശ്വാസികളായവരെ ആക്രമിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കുന്നവരാണ്. എന്നാൽ ഇരുട്ട് ഇവരെന്ത് ചെയ്യും? ഖുർആൻ ഓത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഒരുമിച്ച് കൂടും ചെയ്യും. മനസ്സിലായില്ലേ? എന്നിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഇവര് റസൂലുള്ളാഹിന്റെ ഓത്ത് കേട്ടിരിക്കും, പതുങ്ങിയിരിക്കും. എന്നിട്ട് ഫജ്ർ ഉദിക്കുന്നതോടുകൂടിയാണ് ഇവര് പിരിഞ്ഞു പോകുക. പിരിഞ്ഞു പോകുമ്പോ ഇവർ അന്യോന്യം കണ്ടുമുട്ടിയിട്ടുണ്ട് എങ്കിൽ ഇവർ പരസ്പരം ആക്ഷേപിക്കും. എങ്ങനെ ആക്ഷേപിക്കുക? നിങ്ങൾ എല്ലാരോടും കേൾക്കണ്ട എന്ന് പറയും. മുഹമ്മദിന്റെ ശത്രുതയിലും ആകും പകലില്. എന്നിട്ട് രാത്രി ഒളിഞ്ഞു പോയിട്ട് കേൾക്കുക. എന്നിട്ട് പരസ്പരം ആക്ഷേപിച്ചിട്ട് ഇനി നമ്മൾ ആരും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോകും. മനസ്സിലായില്ലേ? അങ്ങനെ പിറ്റേന്നാള് പിന്നെയും ഇതേപോലെ തന്നെ പതിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓത്ത് കേൾക്കാൻ വേണ്ടി എന്താണ് റസൂലുള്ള പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവര് ഒത്തുകൂടും. ഇങ്ങനെ ഇവരെന്ത് ചെയ്യും? റസൂലുള്ളാഹിന്റെ വീടിന് ചുറ്റും ഇടം പിടിച്ച് ഒളിച്ചുകൂടുമെന്നാണ്. അങ്ങനെ പിറ്റേന്നാളിൽ ഇവരെന്ത് ചെയ്ത് പരസ്പരം കണ്ടുമുട്ടി ഫജറിൽ. അപ്പോ പരസ്പരം അവർ പറഞ്ഞതാണ്, ലാ തഊദു ഫലൗ റആകും ബഅദു സുഫഹായികും ലാ വഖഅതും ഫീ നഫ്സിഹി ഷൈഅൻ. നമ്മൾ ഇതിങ്ങനെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ളത് മക്കയിലെ വിവരദോഷികൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പോലെ തടുത്തിരുത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും? മുഹമ്മദിന്റെ അനുയായികളാകും. അതുകൊണ്ട് നമ്മൾ പിന്നെ സൂക്ഷിക്കണം നട്ടതയും അവര് പിരിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ഒരു ദിവസം ഇതിങ്ങനെ തുടർന്ന് പോയപ്പോ ഒരു ദിവസം എന്ത് ചെയ്ത് ഇവര് കരാറ് ചെയ്ത്, ഇന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോ കരാറ് ചെയ്യുക, ഉടമ്പടി ചെയ്യുക, നമ്മൾ തിരിച്ചു ഒരിക്കലും ഇനി ഇത് മുഹമ്മദിന്റെ ഓത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ഒരിക്കലും വരൂല എന്നുള്ളത് ഉടമ്പടി ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് പിരിഞ്ഞുപോയി. ഒരു ദിവസം അങ്ങനെ പിരിഞ്ഞ്. ആ ദിവസത്തിന്റെ സംഭവം പറയാണ്. അഖ്നസ് ബിൻ ശരീഖ് നേരം വെളുത്തപ്പോ എന്ത് ചെയ്ത് ഈ ഉടമ്പടിയൊക്കെ വാങ്ങിയിട്ട് പോയി. അഖ്നസ് ബിൻ ശരീഖ് തന്റെ വടി എടുത്തിട്ട് അബൂ സുഫിയാന്റെ അടുക്കലേക്ക് വീട്ടിൽ ചെന്നു. എന്നിട്ട് അബൂ സുഫിയാനോട് പറഞ്ഞ്, അഖ്ബിർനി യാ അബാ ഹംബല അൻ റഅീക ഫീമാ സമഅത മിൻ മുഹമ്മദ്. അബൂ ഹംബല അതാ അബൂ സുഫിയാന്റെ വിളിപ്പേരാണ്, മറ്റൊരു വിളിപ്പേര്. അബൂ സുഫിയാനെ കുറിച്ച് പറയണം. അബൂ ഹംബല, ഇന്നലെ രാത്രി മുഹമ്മദിന്റെ ഓത്ത് കേട്ടില്ലേ, എന്താണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? അപ്പൊ അബൂ സുഫിയാൻ എന്താ പറഞ്ഞത്? യാ അബാ സഅലബ, അഖ്നസ് ബിൻ ശരീഖിന്റെ വിളിപ്പേരാണ്. വല്ലാഹി ലഖദ് സമീഅതു അശ്യാ ആരിഫുഹാ വആരിഫ് മാ യുറാദു ബിഹാ. മുഹമ്മദിന്റെ ഓത്ത് ഞാൻ കേട്ട്, ചിലതൊക്കെ എനിക്ക് അറിയുന്ന സംഗതിയാണ്, ചിലതിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വസമീഅതു അശ്യാ മാ അറഫ്തു മഅനാഹാ വലാ മാ യുറാദു ബിഹാ. കുറെ ഞാൻ മുഹമ്മദിന്റെ ഓത്ത് കേട്ട്, പക്ഷെ എന്താണ് അതിന്റെ ഉദ്ദേശം, എന്താണ് അതിന്റെ അർത്ഥം, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അഖ്നസ് ബിൻ ശുറൈഖ് പറയാണ്, അന വല്ലദി ഹലഫ്ത ബിഹി. അഖ്നസ് പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെ. കുറെയൊക്കെ എനിക്ക് എന്തൊക്കെ മനസ്സിലായി, അർത്ഥവും മനസ്സിലായി, പലതും എനിക്ക് എന്താണത് എന്നുള്ളതും അതിന്റെ അർത്ഥവും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് അബൂ സുഫിയാനോട് അഖ്നസ് ഇബ്നു ശുറൈഖ് അബൂ സഅലബ പറഞ്ഞു. എന്നിട്ട് അഖ്നസ് പറയാണ്, ഞാൻ അവിടുന്ന് അബൂ സുഫിയാന്റെ അടുത്ത് പുറപ്പെട്ട് എന്നിട്ട് എവിടുക്ക പോയത്? അബൂ ജഹലിന്റെ അടുത്ത് പോയി. എന്നിട്ട് അബൂ ജഹലിന്റെ വീട്ടിൽ പ്രവേശിച്ചിട്ട് പറഞ്ഞു, യാ അബുൽ ഹക്കം. അബുൽ ഹക്കം എന്ന് പറഞ്ഞാല് അബൂ ജഹലിന്റെ ജാഹിലിയത്തിലെ പേര്. ജാഹിലിയത്തിൽ എന്ന് പറഞ്ഞാല് പിന്നെ ജാഹിലിയത്തിൽ അങ്ങനെ വിളിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അബൂ ജഹലിന്, അല്ലെങ്കിൽ ഇസ്ലാമിൽ അബൂ ജഹലിനുള്ള പേരാണ്. അബൂ ജഹൽ ഇസ്ലാം സ്വീകരിച്ചെന്ന അർത്ഥത്തിലല്ല, മുസ്ലിമീങ്ങൾ വിളിച്ച പേരാണ് അബൂ ജഹൽ. കാരണം അബുൽ ഹക്കം എന്ന് പറഞ്ഞാല് യുക്തിയുടെ തന്താന്ന്, പിതാവ് എന്നാണ്. യുക്തി ഇല്ലാത്ത ആളാണ് ആര്? അംർ ബിൻ ഹിഷാം. അതുകൊണ്ടാണ് അബുൽ ഹക്കം എന്നതിന്റെ സ്ഥാനത്ത്
മുസ്ലിമീങ്ങൾ അബൂജഹൽ എന്ന വിശേഷണം നൽകിയത്. ലഅനഹുല്ലാഹ് മൽഊൻ. അബുൽ ഹകം എന്ന് വിളിച്ചിട്ട് അഖ്നസ് പറയാണ്, മാ റഅയ്യുക ഫീമാ സമഅത മിൻ മുഹമ്മദ്, മുഹമ്മദിന്റെ ഓത്ത് കേട്ടില്ലേ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് അഖ്നസ് അബുൽ ഹക്കമിനോട് ചോദിച്ചു, അബൂ ജഹലിനോട് ചോദിച്ചു. അപ്പൊ അബൂജഹൽ മാ സമയത്തു, ഞാൻ കേട്ടതോ? അബൂജഹൽ അഹങ്കാരിയാണ്, നിഷേധിയാണ്. അബൂജഹൽ എന്താ പറഞ്ഞത്? തനാസഅനാ നഹ്നു വ ബനു അബ്ദി മനാഫ് അഷ്റഫ്, ഞങ്ങളും ബനു അബ്ദു മനാഫും ആർക്കാണ് ഷറഫ്, സ്ഥാനം, പെരുമ, ആ വിഷയത്തിൽ തർക്കത്തിലായിരുന്നു. അത്അമു ഫഅത്അംന, അപ്പൊ ബനു അബ്ദു മനാഫ് ആളുകൾക്ക് തിന്നാൻ കൊടുത്ത് ഞങ്ങളും തിന്നാൻ കൊടുത്ത്. വഹമലു ഫഹമൽന, അവരും ആളുകളെ സഹായിച്ചു നയിച്ചു കൊണ്ടുപോയി, ഞങ്ങളും ആളുകളെ സഹായിച്ച് നയിച്ച്. വഅതു ഫഅതൈന, അവര് ദാനധർമ്മം നിർവഹിച്ചു, ഞങ്ങളും ദാനധർമ്മം നിർവഹിച്ചു. ഒക്കെ എന്തിനാ? ആർക്കാണ് കൂടുതൽ പദവി, സ്ഥാനം എന്നുള്ളതിലുള്ള മത്സരാണ് പരസ്പരം, അബ്ദുമനാഫും അതേപോലെ തന്നെ അബൂജഹലിന്റെ കൂട്ടക്കാരും. ഹത്താ തജാസൈന അല റുകബ്, അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വകുന്ന കഫറസൈ റിഹാൻ, പരസ്പരം മത്സരിച്ചു ഓടുന്ന രണ്ട് കുതിരകളെ മാതിരി ഞങ്ങളിങ്ങനെ മത്സരിക്കുകയാണ്. ഏതിൽ? സ്ഥാനത്തിൽ. ഇങ്ങനെ ഞങ്ങൾ മുട്ടിൽ കുത്തി നിൽക്കുകയാണ്. എന്തിനും? മത്സരിച്ചിട്ട് ഇങ്ങനെ ഓടുകയാണ്. മനസ്സിലായി? പരസ്പരം അവർ കൊടുത്താൽ ഞങ്ങളും, അവരവരെ നൽകിയ ഞങ്ങളും, അവർ ഭക്ഷണം കൊടുത്താൽ ഞങ്ങളും, അങ്ങനെ പരസ്പരം ഒരേപോലെ മത്സരിച്ചു കൊടുക്കുന്ന രണ്ട് കുതിരകളെ പോലെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഖാലു, ബനു അബ്ദു മനാഫ് പറയാണ്, മിന്നാ നബി യഅതീഹിൽ വഹ്യു മിനസ്സ സമ, ഞങ്ങളിൽ ഇതാ ഒരു നബി വന്നിരിക്കുന്നു, അദ്ദേഹത്തിന് ആകാശത്തിൽ നിന്ന് വഹി ഇറങ്ങുന്നുണ്ട്. അപ്പൊ അബൂജഹൽ പറയാണ്, ഫമത്താൻ ഉദരിക്കു ഹാദിഹി, ആ നബിയെ ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്നാ ഒരു നബി ഇട്ട്? അത് പറയാം, വല്ലാഹി ലാ നുഅ്മിനു ബിഹി അബദൻ വലാ നുസദ്ദിഖു, മുഹമ്മദിനെ ഞാൻ വിശ്വസിക്കൂല, മുഹമ്മദിനെ ഞങ്ങൾ സത്യപ്പെടുത്തൂല, അള്ളയാണ് സത്യം എന്ന് അബൂജഹൽ പറഞ്ഞു. ഖാല ഫഖാമ അൻഹുൽ അഖ്നസ് വതറകഹു, അതോടുകൂടി അഖ്നസ് ഇബ്നു ശരീഖ് അബൂജഹലിനെ ഉപേക്ഷിച്ച് അവിടുന്ന് നീച്ചു പോന്നു എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ആര് പറയുന്നത്? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ കൊടുക്കുന്നതായ ചരിത്ര സംഭവം. എന്ന് പറഞ്ഞാൽ ഇത് അവർ തമ്മിൽ നടത്തിയ രഹസ്യ ഭാഷണമാണ്. മനസ്സിലായി? റസൂലുള്ളാഹിന്റെ ഓത്ത് കെട്ടുകൾക്ക്, എന്നിട്ട് അവർ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത്, കൂട്ടിമുട്ടുന്ന സമയത്ത് പരസ്പരം അടക്കം പറയാം, ഇനി ഇങ്ങനെ വരാൻ പാടില്ല. പിന്നെ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓത്ത് കേട്ടിട്ട് അവർ പരസ്പരം അന്യോന്യം അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ. മനസ്സിലല്ലേ? ഇത് അബൂ സുഫിയാനും അഖ്നസും നടത്തി, അബൂജഹലും അഖ്നസും നടത്തി. മനസ്സിലല്ലേ? ഇതാണ് അവർ നടത്തിയ എന്ത് രഹസ്യ ഭാഷണം. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നഹ്നു അഅലം ബിമാ യസ്തമിഊന ബിഹി യസ്തമിഊന ഇലൈക്, അവർ നിങ്ങളെ കേൾക്കുമ്പോൾ അവരെന്താണ് കേൾക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കറിയാം. റസൂലുള്ളാഹിന്റെ ഓത്ത് കേൾക്കുന്ന അതിനെ കുറിച്ച്. അതേപോലെ വൈദുഹും നജ്വ, അവർ രഹസ്യഭാഷണം പറയുമ്പോൾ അതും നമ്മൾ നന്നായി കേൾക്കുന്നവനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇത് യഖൂലു ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഫൂറ, എന്നിട്ട് ആ മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളോട്, അല്ലെങ്കിൽ അവർ അന്യോന്യം നിങ്ങൾ പിൻപറ്റുന്നത് ഒരു മസ്ഫൂറായ വ്യക്തിയെ മാത്രമാണ് എന്ന് പറയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ ആയത്ത് ഇറങ്ങിയത് ആ വിഷയത്തിലാണ്, അതുപോലുള്ള സംഭവങ്ങളിലാണ്. അതുകൊണ്ടാണ് ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഈ സംഭവം എടുത്ത് ഉദ്ധരിച്ചത്. ഇമാം ഇബ്നു കസീർ മാത്രമല്ല, മുഫസ്സിരീങ്ങൾ പലരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം ആയത്ത് തേടുന്നത് അതിനെയാണ്, അതിനെക്കുറിച്ചാണ്, അവർ പറഞ്ഞതിനെ കുറിച്ചാണ് മസ്ഫൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഫൂറ എന്നുള്ളത് മനസ്സിലല്ലേ, നുബുവത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വില കെടുത്തുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ദുഷിപ്പ് പറഞ്ഞു പരത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആളെ അകറ്റുവാൻ, ആദർശത്തിൽ നിന്ന് ആളുകളെ ചെറുക്കുവാൻ വേണ്ടി അവർ പറഞ്ഞു പരത്തിയത് കാരണത്താൽ മസ്ഫൂർ എന്നുള്ളതിന് പല തഫ്സീർ കാണാൻ സാധിക്കും. വെറും സിഹിർ ബാധ ഏറ്റവൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല മസ്ഫൂർ പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ അന്ന് അവരെന്തൊക്കെ ആക്ഷേപം പറഞ്ഞിരുന്നു, ആ ആക്ഷേപമൊക്കെ ഈ മസ്ഫൂറ എന്നുള്ള പദത്തിന് അർത്ഥം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും മുഫസ്സിരീങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവരെന്താ പറഞ്ഞിരുന്നത്? റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട് സാഹിർ, മനസ്സിലെ സിഹിർ പണി ചെയ്യുന്നവൻ, അതേപോലെ മജ്നൂൻ ഭ്രാന്തൻ, ഷായിർ കവി, കാഹിൻ ജ്യോത്സ്യൻ, കെദ്ദാബ് നുണയൻ വ്യാജവാദി, അതേപോലെ തന്നെ വഖാലല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറ, അള്ളാഹിനെ കുറിച്ച് കളവ് കെട്ടി പറയുന്നവൻ, അതേപോലെ അസാത്തീറുൽ അവ്വൽ റസൂലുള്ളാഹി പൂർവികരുടെ കഥകൾ പറയുന്നവൻ,
അന്ധവിശ്വാസം പറയുന്നവൻ, മനസ്സിലായില്ലേ? ഇങ്ങനൊക്കെ. അതേപോലെ തന്നെ മുഅല്ലമുൻ, മജ്നൂൻ ഭ്രാന്തനാണ്. മുഅല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മറ്റൊരാൾ വന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് പറയുന്നവൻ. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്ത് ചെയ്തു? അവര് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതുപോലുള്ളൊരു പറച്ചിലാണെന്ത്? മസ്ഹൂർ, റജുലൻ മസ്ഹൂർ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് ആളുകളെ തടുക്കാൻ വേണ്ടിയിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അതേപോലെ അവർ പറഞ്ഞ ഒരു പ്രയോഗമാണ് എന്ത്? റജുലൻ മസ്ഹൂറ എന്നുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ മസ്ഹൂറൻ എന്നുള്ളതിന് അർത്ഥം പറഞ്ഞപ്പോ നോക്കി നിങ്ങൾ, എന്താ പണ്ഡിതന്മാര് പറഞ്ഞത്? മസ്ഹൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബ്നു ജരീറിന്റെ റിപ്പോർട്ട് ഇബ്നുൽ ഖയ്യിം എടുത്തു കൊടുക്കുന്നുണ്ട്. മസ്ഹൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഹിർ പഠിപ്പിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിൽ, ആലിമും ബി സിഹർ, സിഹിർ പഠിപ്പിക്കപ്പെട്ടിട്ട് സിഹിർ അറിയുന്നവൻ എന്ന അർത്ഥത്തിൽ ഇബ്നു ജരീർ കൊടുത്തിട്ടുണ്ട്. മസ്ഹൂർ എന്ന് പറഞ്ഞാൽ സിഹിർ ബാധ ഏൽക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ സിഹിർ പഠിപ്പിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ. മനസ്സിലായി? ഇബ്നു ജരീർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സാഹിർ എന്ന അർത്ഥത്തിൽ മസ്ഹൂർ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ചിലര് പറഞ്ഞത് ഈ ആയത്തിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? പിന്നെ വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ എന്നല്ലേ. അവിടെ ഹിജാബൻ മസ്തൂറ എന്ന് പറഞ്ഞാൽ ഹിജാബൻ സാത്തിറ എന്നർത്ഥം, മറക്കുന്നതായ മറാം. അത് ഹിജാബൻ മസ്തൂറ. അതേപോലെ ഹിജാബൻ മസ്തൂറ എന്നതിന് ഹിജാബൻ സാത്തിറ എന്ന് മാനുള്ളത് പോലെ തന്നെ റജുലൻ മസ്ഹൂറ എന്ന് പറഞ്ഞാൽ റജുലൻ സാഹിറ എന്നർത്ഥാണ് എന്ന് വിശദീകരിച്ച മുഫസ്സിരീങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ചിലര് പറഞ്ഞ് സിഹറിൽ നിന്നല്ല മസ്ഹൂർ വന്നത്, പിന്നെയോ സഹറിൽ നിന്നാണ് മസ്ഹൂർ വന്നത്. സഹർ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം കഴിക്കണേന്ന് പറയുന്ന പേര്. മനസ്സിലായി? മസ്ഹൂർ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നവൻ. അവര് റസൂലുള്ളാഹിനെ അങ്ങനെ ആരോപിച്ചിരുന്നില്ലേ? മാലി ഹാദർ റസൂൽ, ഈ റസൂലിന് എന്ത് പറ്റി? യഅ്കുലു തആം, ഭക്ഷണം കഴിക്കുന്നു, യംശി ഫിൽ അസ്വാഖ്, അങ്ങാടികളിലൂടെ നടക്കുന്നു. അതേപോലെ ഭക്ഷണം കഴിക്കുന്ന എന്ന അർത്ഥമാണ് മസ്ഹൂറിന് എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളുണ്ട്. അബൂ ഉബൈദയെ പോലുള്ളതായ മുഫസ്സിരീങ്ങൾ. മനസ്സിലായി? അതേപോലെ തന്നെ ചിലര് പറഞ്ഞ് മസ്ഹൂർ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ അർത്ഥം സിഹ്റുബാധ ഏറ്റവൻ എന്നല്ല, പിന്നെയോ മസ്ഹൂർ എന്ന് പറഞ്ഞാൽ മഖ്ദൂർ, വഞ്ചിക്കപ്പെട്ടവൻ, ചതിയിൽപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ്. ഇമാം മുജാഹിദിൽ തഫ്സീർ അതാണ്, റജുലൻ മസ്ഹൂറ എന്നുള്ളതിന് റജുലൻ മഖ്ദൂഅ. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, ഫഅന്നാ തുസ്ഹറൂൻ, നിങ്ങൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെടുന്നത്? അവിടെ തുസ്ഹറൂൻ എന്നാ പറഞ്ഞത്. മനസ്സിലായി? തുസ്ഹറൂൻ എന്നാ തുഖ്ദഊൻ. അപ്പൊ ഇതാണ് ഈ തുസ്ഹറൂൻ എന്നുള്ളതിൽ നിന്നാണ് ഈ പിന്നെ മസ്ഹൂർ ഉണ്ടായത്. അതിന്റെ അർത്ഥം മഖ്ദൂഅ. ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്ന് പറഞ്ഞാൽ റജുലൻ മഖ്ദൂഅ, ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ മസ്ഹൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മജ്നൂൻ, ഭ്രാന്തൻ എന്ന അർത്ഥത്തിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മസ്ഹൂർ എന്ന് പറഞ്ഞാൽ മസ്റൂഫുൻ അനിൽ ഹഖ്, സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടവൻ എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? പലരും പറഞ്ഞു മസ്റൂഫ് എന്ന് പറഞ്ഞാൽ മഖ്ദൂഉ മിനൽ ജിന്ന്, ജിന്നിനാൽ പറ്റിക്കപ്പെട്ടവൻ. ചിലര് പറഞ്ഞത് മസ്ഹൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രസിദ്ധമായിട്ടുള്ള അർത്ഥം മനസ്സിലായി, അസാബഹു അൽ ജിൻ അല്ലെങ്കിൽ അസാബഹു സിഹർ, സിഹർ ബാധയേറ്റവൻ. മനസ്സിലായി? ഇവിടെ ഞാൻ ഈ മുഫസ്സിരീങ്ങൾ പറഞ്ഞ എല്ലാ അർത്ഥങ്ങളും പറഞ്ഞെന്താ? എല്ലാ മുഫസ്സിരീങ്ങളും ഇത് സിഹർ ബാധയേറ്റ റസൂലുള്ള എന്ന് മാത്രമല്ല തഫ്സീർ പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ അന്ന് മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു? പല വ്യാജവാദങ്ങളും അവർ നിരത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുകയും റസൂലുള്ളാഹിയെ തൊട്ട് ആളുകളെ തടുക്കുകയും ചെയ്തിരുന്നു. ആ ഉദ്ദേശങ്ങൾ പലതും ഈ മസ്ഹൂറ എന്നുള്ള പ്രയോഗത്തിന് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്, മുഫസ്സിരീങ്ങൾ അർത്ഥം നൽകിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഈ മസ്ഹൂറ എന്ന് പറഞ്ഞത് അത് മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യകാലത്ത് നുബുവത്തിൽ നിന്ന് തടുക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിൽ നിന്നും റസൂലുള്ളാഹിയിൽ നിന്നും ആളുകളെ തടുക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുവാനും പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. ആ വിഷയത്തിൽ അവതീർണമായിട്ടുള്ളതായ ആയത്താണ്. ആ ആയത്തിന്റെ തേട്ടമെന്ന് വേറെയാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും സെയ്ദ് ബിനുൽ അർഖം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും സഹിഹായി സ്ഥിരപ്പെട്ടതായ ഹദീസുകളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദ് ബിൻ ആസിം ചെയ്തതായ സിഹ്റുമായി ബന്ധപ്പെട്ടായ ഹദീസുകൾക്ക് ഇതായിട്ട് ബന്ധമല്ല. മനസ്സിലായി? ഈ ആയത്തിന്റെ
മുറാദ് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ, യഥാവിധം മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ആയത്ത് തേടുന്നതായ തേട്ടം അതൊരിക്കലും എന്തില്ല, ഈ ഹദീസിന്റെ വിഷയവുമായി ബന്ധപ്പെടുന്നില്ല. ഹദീസ് പറയുന്ന വിഷയം വേറെയാണ്, ആയത്ത് തേടുന്നതായ തേട്ടമെന്ന് വേറെയാണ്. മനസ്സിലായി? ഈ ഒരു കാര്യം അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ നമ്മളെ പല സുഹൃത്തുക്കളും വളരെ ക്രൂരമായ ചില ഇടപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. മനസ്സിലായില്ലേ? കേവലം തങ്ങൾക്ക് ചില സന്ദേഹങ്ങൾ ഉണ്ട് എന്നതിന്റെ പേരിൽ അവർ ഒരഭിപ്രായ പ്രകടനം നടത്താതെ മാറി നിൽക്കുകയായിരുന്നുവെങ്കിൽ ഇത് അപ്രകാരമല്ല. പിന്നെയോ സഹിഹായി സ്ഥിരപ്പെട്ടതായ ഹദീസുകൾക്ക് നേരെ കൊഞ്ഞനം കുത്തുകയും അതിനെ കൊച്ചാക്കുകയും സാധാരണ ജനങ്ങളുടെ കാൽ കീഴിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതായ വചനങ്ങളെ ചവിട്ടി അരക്കുന്നതിന് വേണ്ടി അതിനെ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ക്രൂരതയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതാണ് അവിടെ വളരെ പ്രയാസകരമായിട്ടുള്ളത്. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും വന്നതായ ഹദീസുകളെ അതിന്റെ വില എത്ര വലുതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ കിതാബിന് ശേഷം ഈ ഭൂമുഖത്ത് ഏറ്റവും വിശ്വാസയോഗ്യമായ ഗ്രന്ഥം അത് സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമുമാണ് എന്ന് പറയുമ്പോൾ ആ ഗ്രന്ഥങ്ങൾക്കുള്ള വലിപ്പവും അതിനുള്ള ഗൗരവവും മഹത്വവും എത്രയാണ് മുസ്ലിം മനസ്സുകളിൽ. അതിലുള്ള ഓരോ ഹദീസുകളെ ഓരോരുത്തരും തങ്ങളുടെ ഇച്ഛക്ക് അനുസരിച്ച് എടുത്ത് അതിനെ പരിഹസിക്കുക, അതിനെ കളിയാക്കുക, അതിനെ കുറവാക്കുക, എന്നിട്ട് അത് പൊതുജനങ്ങളുടെയും മറ്റുമൊക്കെ ഇടയിലേക്ക് ഒരു പരിഹാസത്തിന്റെ വിഷയമായി എടുത്തെറിയുക എന്ന് പറഞ്ഞാൽ അത് വലിയ ക്രൂരതയാണ്. അതാണ് ഇത്തരം ഈ പ്രവൃത്തികളിലൂടെ അല്ലെങ്കിൽ ഇത്തരം പെരുമാറ്റങ്ങളിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വളരെ വേദനാജനകമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. മനസ്സിലായില്ലേ? ഇമാം ദാറഖുത്നിയെ പോലുള്ള, അതേപോലെ തന്നെ ഇബ്നു ഹസമിനെ പോലുള്ള, അതേപോലെ തന്നെ അബൂ മസ്ഊദിനിൽ ദമഷ്കിയെ പോലുള്ള, അതേപോലെ തന്നെ അബൂ അലി അൽ ജിയാനെ പോലുള്ളതായ മഹത്തുക്കൾ പലരും സഹീഹ് ബുഖാരിയിലെ ഹദീസുകളെ കുറിച്ച് ചില നിരൂപണ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ ശരിയാണ്. മനസ്സിലായി? അവർ മഹത്തുക്കളായ പണ്ഡിതന്മാരായിരുന്നു. പക്ഷെ അവരൊന്നും സഹീഹ് ബുഖാരിയിലെയും സഹീഹ് മുസ്ലിമിലെയും ഹദീസുകളെ സാമാന്യ ജനങ്ങളുടെ മുമ്പിൽ വളരെ മോശപ്പെട്ട നിലക്കുള്ള ചർച്ച നടത്തിയിട്ട് അത് തെരുവിലേക്ക് എറിയുന്ന ആളുകളായിരുന്നില്ല. അവർ ചില നിരൂപണങ്ങൾ തങ്ങളുടേത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ നിരൂപണങ്ങൾ അസ്ഥാനത്താണ് എന്നുള്ളത് ആധികാരികരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തെളിയിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ ഈ മഹത്തുക്കൾ പോലും നിരൂപണത്തോടു കൂടി സമീപിക്കാത്ത പല ഹദീസുകളെയുമാണ് ഇന്ന് അറിവിന്റെ വിഷയത്തിൽ, പാണ്ഡിത്യത്തിന്റെ വിഷയത്തിൽ ആ പണ്ഡിതന്മാരുടെ എത്രയോ പുറകിൽ നിൽക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. പക്ഷെ അത് പറയാതിരിക്കാൻ നിർവാഹമല്ല. കാരണം ഈ ഒരു കൊഞ്ഞനം കുത്തലും ഈ ഒരു കളിയാക്കലും തിരുമൊഴികൾക്ക് നേരെ അത് ഒരിക്കലും ഈമാൻ അല്പം ഹൃദയത്തിലുള്ളവർക്ക് സമ്മതിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ്. അതിനാലാണ് ഇക്കാര്യങ്ങൾ ഉണർത്തുന്നത്. എല്ലാവരും ദീനിൽ വിജ്ഞാനം നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുക. നമുക്ക് നമ്മുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികൾക്ക് മുമ്പിൽ ഒരു വിനയാന്വിതത്വം ഉണ്ടായിരിക്കണം. ദീനിന്റെ വിജ്ഞാന ശാഖകൾ അതിന് മുന്നിൽ നമുക്കൊരു വിനയവും ഒരു താഴ്മയും നമുക്കുണ്ടാവണം. മനസ്സിലായി? അത് പണ്ഡിതന്മാരായാലും പാമരന്മാരായാലും. വിശേഷം നമ്മളെപ്പോലുള്ളതായ പാമര ജനതയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിവിൽ ഏറെ പിന്നിലുള്ളവരും വിജ്ഞാനം ഏറെ കുറഞ്ഞവരുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിനയമാണ് നമ്മുടെ മുഖമുദ്ര. ഒരിക്കലും നമ്മൾ എടുത്തുചാട്ടക്കാരോ അതേപോലെ തന്നെ അനാവശ്യ വാചാലതയുടെ വാക്താക്കളോ ആകാൻ പാടുള്ളതല്ല. ഇതാണ് ഈ വിഷയത്തിൽ ഏതാനും കാര്യങ്ങൾ ഉണർത്തുവാൻ ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ദീനിൽ ഇസ്തിഖാമത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യദീനിൽ നിന്ന് ഈ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചവർക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ.
ചെയ്യുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അവർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കനിയുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.